സംഭൂജ്യരായ ഗുരുജനങ്ങളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, കഥാപ്രസംഗ പരിപാടി ഞങ്ങൾ ആരംഭിക്കുകയാണ് നിങ്ങളുടെ ഇവരുടെയും അനുവാദത്തോടു കൂടി. കഥാപ്രസംഗ വേദിയിൽ ഇത് എൻ്റെ 29ാം വർഷം. 1996 ജനുവരി 13 ഞാൻ കഥാപ്രസംഗം ആരംഭിച്ചത്. ഈ കഴിഞ്ഞ ജനുവരി 13 28 വർഷം പൂർത്തിയായി. ഇപ്പോൾ 29ാം വർഷത്തിലേക്ക് പദമൂന്നിയിരിക്കുന്നു. ഈ കാലയളവിനുള്ളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള 41 കഥാശില്പങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലുടനീളവും ഭാരതത്തിലെ പ്രധാന മലയാളി കേന്ദ്രങ്ങളായ പട്ടണങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും പല ഉരുവ് കഥ പറയുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ഏകദേശം 5000-ഓളം വേദികളിൽ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നെ വേദിയിലേക്ക് കൈപിടിച്ചുയർത്തിയത് എൻ്റെ അഭിവന്ദ്യ പിതാവ് വി സാംബശിവനാണ്. ഈ വർഷം കഥ പറയുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് കഥാപ്രസംഗ കലയുടെ 100ാം വർഷമാണ്. 1924 കഥാപ്രസംഗ കല സമാരംഭിച്ചത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്ന C.A. സത്യദേവനാണ് ആദ്യത്തെ കഥാപ്രസംഗകൻ. അദ്ദേഹത്തിന് കഥാപ്രസംഗം എന്ന ആശയം പകർന്നു കൊടുത്തത് ഗുരുദേവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ മഹാകവി കുമാരനാശാനാണ്. ഹരികഥ കാലക്ഷേപം നടത്തിയ സത്യദേവൻ്റെ പ്രകടനം വളരെ ഫലവത്താണ്, പ്രതിഭയുടെ വിളയാട്ടമാണ് എന്നൊക്കെ മനസ്സിലാക്കിയ ആശാൻ, എന്തുകൊണ്ട് താങ്കൾ ഹരികഥയുടെ മട്ടിൽ എൻ്റെ കാവ്യ കൃതികൾ പാടി പറഞ്ഞുകൂടാ? ചണ്ടാലഭിക്ഷുകി, ദുരവസ്ഥ തുടങ്ങിയിട്ടുള്ള കാവ്യകൃതികൾ സാധാരണ വായനക്കാർക്ക് വേണ്ടി അദ്ദേഹം എഴുതി തയ്യാറാക്കി സമർപ്പിച്ചതാണ്. സാധാരണക്കാർ വായിക്കട്ടെ എന്ന് കരുതി വിലക്ഷണ പ്രകൃതിയിലാണ് എഴുതിയത് പോലും. അങ്ങനെയുള്ള കൃതികൾ പോലും വായിക്കാൻ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അന്ന് കഴിയുമായിരുന്നില്ല. അവരെല്ലാം അക്ഷരം പഠിച്ചിട്ട് ഇതെല്ലാം വായിച്ചെടുക്കാൻ കാലമേറെ വേണ്ടിവരും, അത് സാധ്യവുമല്ല എന്ന് ബോധ്യപ്പെട്ട ആശാൻ സത്യദേവനോട് പറഞ്ഞു, നിങ്ങളുടെ മനോഹരമായ ശൈലിയിൽ, വചസ്സിൽ എൻ്റെ കാവ്യകൃതികൾ വായിക്കാൻ അറിയാത്തവർക്ക് പാടി പറഞ്ഞു കൊടുക്കുക, അവർക്കത് മനസ്സിലാകും. അങ്ങനെ ഒരു പുതിയ കലാരൂപത്തിന് നിങ്ങൾക്ക് ജന്മം നൽകാൻ കഴിയും. അങ്ങനൊരു ആശയം പകർന്നു കൊടുത്തിട്ട് ആശാൻ ഏതാണ്ട് 1 മാസത്തിനുള്ളിൽ അപമൃത്യുവിന് ഇരയായി. പല്ലന ബോട്ടപകടത്തിൽ ആശാൻ ഈ ലോകം വിട്ടുപോയി. അതിനുള്ളിൽ ആശാൻ സങ്കല്പനം ചെയ്ത കലാരൂപത്തിന് ജന്മം നൽകാൻ സത്യദേവന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അതിന് പേര് പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആശാൻ്റെ മരണശേഷം ആശാൻ മകരമാസത്തിലാണ് കാലത്തിന് കീഴടങ്ങുന്നത്. ഇടവമാസത്തിൽ ആശാനോട് ചെയ്ത പ്രതിജ്ഞ, പുതിയൊരു കലാരൂപത്തിന് ജന്മം നൽകും എന്ന പ്രതിജ്ഞ ഇടവമാസത്തിൽ സത്യദേവൻ യാഥാർത്ഥ്യമാക്കി. കുമാരനാശാൻ്റെ ചണ്ടാലഭിക്ഷുകി എന്ന കാവ്യകൃതി ആദ്യത്തെ കഥാപ്രസംഗമായി ചേന്നമംഗലത്ത് അവതരിപ്പിച്ചു. അത് 1924 ഇടവമാസത്തിലാണ്. അതിന് ഈ ഇടവമാസത്തിൽ 100 വർഷം തികയുകയാണ്. കഥാപ്രസംഗ വേദിയിൽ നിലനിൽക്കുന്ന എന്നെ പോലുള്ള എളിയ കലാകാരന്മാർക്ക് ഇത് വമ്പിച്ച പ്രാധാന്യമുള്ള ഒരു സന്ദർഭമാണ്. എന്നെപ്പോലുള്ള കാഥികർക്ക് മാത്രമല്ല, കഥാപ്രസംഗം ഇഷ്ടപ്പെടുന്ന കേരളത്തിലെ ജനങ്ങൾ ഇന്ന് കഥാപ്രസംഗം അന്യം നിന്നു എന്ന് ചിലരൊക്കെ പറയുന്നെങ്കിലും ഇതുപോലെ നിറസദസ്സുകളും വേദികളും കഥാപ്രസംഗങ്ങൾക്ക് ഇപ്പോൾ കുറവല്ല എന്നതാണ് സത്യം. അങ്ങനെ കഥാപ്രസംഗം ഇഷ്ടപ്പെടുന്ന ജനതയ്ക്ക് മുന്നിൽ വീണ്ടും ഒരു കഥാപരിപാടിയുമായി ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഇന്നത്തെ കഥാപരിപാടി സമാരംഭിക്കുന്നത്. നിങ്ങളെല്ലാം കഥാപ്രസംഗം കേൾക്കാൻ വളരെ താല്പര്യപൂർവ്വം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾക്കേവർക്കും ഞങ്ങളുടെ ഹൃദയംഗമമായ അഭിവാദ്യങ്ങൾ.
പരിപാടിയിൽ പങ്കെടുക്കുന്നവർ കഥ പറയുന്ന വസന്തകുമാർ സാംബശിവനെ കൂടാതെ ഹാർമോണിയം വായിക്കുന്നത് ശ്രീ രാജേന്ദ്രൻ, തബല വായിക്കുന്നത് ശ്രീ ഫണിചന്ദ്രൻ, കീബോർഡ് ശ്രീ രംഗൻ വെളിയം, ഗിറ്റാർ ശ്രീ ശ്യാം സുന്ദർലാൽ, ടൈമിംഗ് ആൻഡ് ഇഫക്ട്സ് ശ്രീ അനിൽകുമാർ. സഹൃദയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ സമക്ഷം എന്ന് പറയുന്ന കഥ വിശ്വസാഹിത്യകാരനായ കൗണ്ട് ലിയോ ടോൾസ്റ്റോയുടെ വിഖ്യാതമായ അന്നാ കരീനിന കഥാപ്രസംഗ വേദിയിലെത്തിയത് 1968 അന്ന് ഇന്ന് ഈ കഥ പറയുന്ന ഞാൻ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. 68 മുതൽ വി സാംബശിവൻ ജീവിച്ചിരുന്ന കാലം അത്രയും ജനങ്ങളുടെ ഇഷ്ടം നേടി അദ്ദേഹം ആവർത്തിച്ച് അവതരിപ്പിച്ച ഒരു കഥയാണ് അന്നാ കരീനീന. അതെഴുതിയത് കൗണ്ട് ലിയോ ടോൾസ്റ്റോയ് ആണ്. സത്യം പറഞ്ഞാൽ ഈ 100ാം വർഷം കഥാപ്രസംഗം അതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ മുഴുകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത അതേ സംബന്ധിച്ച് പറയുവാനുള്ളത്, കഥാപ്രസംഗത്തിനൊരു മേൽഗതി ഉണ്ടാവുന്നത് ടോൾസ്റ്റോയുടെ കഥ വി സാംബശിവൻ അവതരിപ്പിച്ചത് മുതലാണ്. 1963 ദി പവർ ഓഫ് ഡാർക്ക്നെസ് എന്ന നാടകം അദ്ദേഹം അനീസിയ എന്ന പേരിൽ അവതരിപ്പിച്ചു. അങ്ങനെ കഥാപ്രസംഗത്തിനൊരു മേൽഗതി ഉണ്ടായി. നമ്മുടെ മലയാള കഥാപ്രസംഗ വേദിയിൽ ഖണ്ഡകാവ്യങ്ങളും നമ്മുടെ നാട്ടിലെ ഭാഷകളിലെ കഥകളും ഒക്കെ അവതരിപ്പിക്കപ്പെട്ടു പോന്നിരുന്നൊരു സന്ദർഭമാണ്. ഖണ്ഡകാവ്യങ്ങൾ പാടിപ്പറയുന്നൊരു പ്രസ്ഥാനമായിട്ടാണ് കഥാപ്രസംഗ കല ആ കാലത്ത് നിലനിന്നിരുന്നത്. എന്നാൽ 1962 ഒരു കഥാപ്രസംഗമായി ആദ്യമായി വേദിയിൽ അവതരിപ്പിച്ചത് വി സാംബശിവനാണ്. അത് എസ് കെ പൊറ്റക്കാടിൻ്റെ പുള്ളിമാൻ എന്ന ചെറുകഥയാണ്. അതിനുശേഷമാണ് ടോൾസ്റ്റോയുടെ ഒരു വിശ്വോത്തര നാടകം അദ്ദേഹം കഥാപ്രസംഗമായി അവതരിപ്പിച്ചത്. അങ്ങനെ എല്ലാവരും ഈ കലയെ ശ്രദ്ധിച്ചു. ലോക സാഹിത്യം മലയാളിക്ക് പരിചയപ്പെടുത്തിയ കലയാണ് കഥാപ്രസംഗ കല. അതുകൊണ്ട് ഞാൻ ഈ വർഷം ടോൾസ്റ്റോയുടെ നിരപരാധി എന്ന ഒരു പുതിയ കഥയാണ് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ധാരാളം വേദികളിൽ ടോൾസ്റ്റോയ്ക്ക് ഒരു പ്രണാമമായി അത് അവതരിപ്പിക്കുന്നു, സാംബശിവന് ഒരു പ്രണാമമായി ആ കഥ അവതരിപ്പിച്ചു പോരുന്നു. അത് തന്നെ ഇവിടെ അവതരിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ സ്നേഹധനരായ ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളും വളരെ നിർബന്ധപൂർവം ടോൾസ്റ്റോയുടെ അന്നാ കരീനീന പറയുവാൻ ആവശ്യപ്പെട്ടു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞതാണ്, ഈ വേദിയിലും പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും അവരുടെ സ്നേഹപൂർവകമായ നിർബന്ധം കൊണ്ട് ആ കഥ വീണ്ടും അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. പറഞ്ഞ് ഒരു ഒഴുക്കിൽ കിടക്കുന്ന കഥ പറയുവാനാണ് കൂടുതൽ എളുപ്പമെങ്കിലും ഈ കഥ ടോൾസ്റ്റോയുടെ തന്നെയാണ്. അത് ടോൾസ്റ്റോയുടെ ആ മഹത്തായ സംഭാവനയ്ക്ക്, കഥാപ്രസംഗ കലയ്ക്ക് അദ്ദേഹം നൽകിയ ആ മേൽഗതിക്ക് ഒരു പ്രണാമം തന്നെ ആയിരിക്കും ഈ കഥ എന്ന് വിചാരിച്ചുകൊണ്ട് കഥയിലേക്ക് കടക്കുകയാണ്. ഈ അന്നാ കരീനീന എന്ന കഥ ടോൾസ്റ്റോയ് 3 തവണ എഴുതി. ഒരു നോവൽ 3 തവണ എഴുതി. ആദ്യം എഴുതിയപ്പോൾ അദ്ദേഹം അത് പൂർത്തിയാക്കി അച്ചടിക്കാൻ കൊടുത്തു. കുറേ ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഒന്ന് മാറ്റണം. അദ്ദേഹം മാറ്റി എഴുതാൻ അച്ചടിക്കാൻ കൊടുത്ത ആ പ്രതി ഇങ്ങ് തിരിച്ചു വാങ്ങി. അദ്ദേഹം അത് വീണ്ടും എഴുതി, വീണ്ടും പ്രസിൽ കൊണ്ടുവന്ന് കൊടുത്തു. അച്ചടി കുറേയേറെ പുരോഗമിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഒരിക്കൽ കൂടി പരിഷ്കരിക്കണമെന്ന്. അങ്ങനെ 3ാം തവണ അദ്ദേഹം തിരിച്ചു വാങ്ങി അദ്ദേഹത്തിന് തൃപ്തിയാവോളം കൊണ്ടുവന്ന് സമർപ്പിച്ച് അച്ചടിച്ച് ലോകത്തിന് ലഭിച്ച ഒരു അമൂല്യ നിധിയാണ് അന്നാ കരീനീന. വെൻ എ മാരീഡ് വുമൺ ഗോസ് എസ്ട്രേ, ഒരു കുടുംബിനി വഴിതെറ്റിപ്പോകുമ്പോൾ
എന്നാണ് അതിനെ മൊത്തത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ചില നിരൂപകർ അന്ന് പറഞ്ഞിരുന്നത്. ഇത് തയ്യാറാക്കുവാൻ വി സാംബശിവൻ അവതരിപ്പിച്ച ആ സർഗപരമായ ക്ലേശം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനന്ന് കൊച്ചുകുട്ടിയാണ്. ഒന്നാമത് ആദ്യമധ്യാന്തമുള്ള കഥകൾ ഇങ്ങനെ തുടരെ തുടരെ പറഞ്ഞു പോകുന്നു. അപ്പോൾ വിശ്വസാഹിത്യത്തിൽ നിന്നൊരു ബൃഹത്തായ നോവൽ അദ്ദേഹം എടുക്കുന്നു. ആ നോവൽ എങ്ങനെ കഥാപ്രസംഗ ചിമിഴിലാക്കും എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആശങ്കകളുണ്ടായി. കഥാപ്രസംഗവേദിയിൽ സാമാന്യം നല്ല കിടമാത്സര്യം നിലനിന്നിരുന്നൊരു കാലവും. അപ്പോൾ എങ്ങനെ ഇത് അവതരിപ്പിച്ച് വിജയിപ്പിക്കും എന്ന് ഉത്കണ്ഠപ്പെട്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു സിനിമ കാണുകയും സിനിമയിലെ സീനുകൾ വെട്ടിച്ചേർക്കുന്ന ഒരു തന്ത്രം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെടുകയും ചെയ്യുന്നത്. എന്തുകൊണ്ട് കഥാപ്രസംഗത്തിൽ അതായിക്കൂടാ? അങ്ങനെ തികച്ചും വ്യത്യസ്തമായ ഒരു ആഖ്യാന ശൈലിയിൽ അദ്ദേഹം അവതരിപ്പിച്ചു തുടങ്ങിയ ആ കഥ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ചു. അപ്പോൾ കാലം മാറിയിരുന്നു, അഭിരുചികൾ മാറിയിരുന്നു. എങ്കിലും ഈ കഥയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ വീട്ടിൽ കൊണ്ടാടപ്പെടുന്ന, നാട്ടിൽ കൊണ്ടാടപ്പെടുന്ന ഒരു കഥ എന്നുള്ള നിലയിൽ ഈ കഥ വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. അങ്ങനെയാണ് ഈ കഥ അവതരിപ്പിച്ചു തുടങ്ങി. വീണ്ടും അത് അവതരിപ്പിക്കാൻ അവസരം തന്ന എല്ലാവർക്കും, വിശേഷ്യ ശ്രീ ആർ ഷാജി അവർക്ക് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ആ കഥയിലേക്ക് കടക്കുകയാണ്. ടോൾസ്റ്റോയുടെ അന്നാ കരീനീന. ആ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഒരാൾ അക്ഷമനായി ഉലാത്തുന്നു. അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുന്നുണ്ട്. അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, നല്ല ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ. ഇയാൾ ആരാണാവൂ? ഇയാളെക്കുറിച്ച് എനിക്കറിയാവുന്നിടത്തോളം ഞാൻ പറയാം. ആരും കൊതിക്കും പീരുകാരൻ, ഭാരം കൊഴുത്ത ചെറുപ്പക്കാരൻ. ആരും കൊതിക്കും പീരുകാരൻ, ഭാരം കൊഴുത്ത ചെറുപ്പക്കാരൻ. ധീരൻ സുമുഖൻ പ്രഭുകുമാരൻ, ആരെയും കൂസാത്ത ഭാവക്കാരൻ. ധീരൻ സുമുഖൻ പ്രഭുകുമാരൻ, ആരെയും കൂസാത്ത ഭാവക്കാരൻ. ഏയ് വ്രോൺസ്കി, വ്രോൺസ്കി! ആരോ അയാളെ പേരിട്ട് വിളിക്കുന്നു. അയാൾ തിരിഞ്ഞു നോക്കി. വ്രോൺസ്കി, ഞാൻ തന്നെ. ആ സ്റ്റീഫനോ? എന്താടാ ഇവിടെ വന്നത്? അല്ല വ്രോൺസ്കി, നീ എന്തിനാ വന്നത്? ഈ വണ്ടിയിൽ എൻ്റെ അമ്മ വരുന്നുണ്ട്, വ്രോൺസ്കി പറഞ്ഞു. ഈ വണ്ടിയിൽ എൻ്റെ അമ്മ വരുന്നുണ്ട്, അമ്മയെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ഞാൻ. നീയോ? നീ എന്തിനു വന്നു സ്റ്റീഫൻ? ഞാനും ഒരാളെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ആര്? ഈ വണ്ടിയിൽ ഒരാൾ വരുന്നുണ്ട്. ആരാണ്? ഈ വണ്ടിയിൽ ഒരാൾ വരുന്നുണ്ട്. ആരാണെന്ന് പറയടാ. ഈ വണ്ടിയിൽ ഒരു പെണ്ണ് വരുന്നുണ്ട്. പെണ്ണോ? ഏത് പെണ്ണ്? ഇവിടുത്തെ കാര്യം? ഏത് തരം? ഒന്ന് പറയടാ സ്റ്റീഫൻ, ഒന്ന് പറ. കൊള്ളാം കൊള്ളാം, ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ നിന്റെ പ്രതികരണം. എടാ, നിന്റെ എന്നല്ല സകലമാന പട്ടാള ഉദ്യോഗസ്ഥന്മാരുടെയും സ്വഭാവം എനിക്കറിയാം. നീ പട്ടാളത്തിലാണല്ലോ. പട്ടാളക്കാരുടെ സ്വഭാവം എനിക്കറിയാം. പെണ്ണെന്ന് കേൾക്കുമ്പോൾ ഏത് പെണ്ണ്, എവിടുത്തെ കാര്യം, എന്ത് തരം? നിന്റെ ഒരു വെപ്രാളം കാണാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഈ വണ്ടിയിൽ ഒരാൾ വരുന്നുണ്ട്, ഒരു പെണ്ണ് വരുന്നുണ്ട്. പക്ഷേ നീ വിചാരിക്കുന്ന ഇനമല്ല, നീ വിചാരിക്കുന്ന തരമല്ല. ഈ വണ്ടിയിൽ എൻ്റെ സഹോദരി അന്ന വരുന്നുണ്ട്. എൻ്റെ സഹോദരി അന്നാ കരീനീന. തീവണ്ടി വരുന്നുണ്ട്. ചൂളം മുഴങ്ങി പുകച്ചുരുൾ പൊങ്ങിയ പാളമുലഞ്ഞുണർന്നാകെ പരിസരം. ചൂളം മുഴങ്ങി പുകച്ചുരുൾ പൊങ്ങിയ പാളമുലഞ്ഞുണർന്നാകെ പരിസരം. ചൂളം മുഴങ്ങി കൂവിയലച്ചാർത്തു വീർപ്പിട്ടണഞ്ഞിടും. കൂവിയലച്ചാർത്തു വീർപ്പിട്ടണഞ്ഞിടും. ആവി വണ്ടിക്കുള്ളിൽ ആൾക്കാർ തിരക്കിലായി. കൂവിയലച്ചാർത്തു വീർപ്പിട്ടണഞ്ഞിടും. ആവി വണ്ടിക്കുള്ളിൽ ആൾക്കാർ തിരക്കിലായി. ചൂളം മുഴങ്ങി
മുഴങ്ങി പുകച്ചുരുൾ പൊങ്ങിയ പാളമുലഞ്ഞുണർത്താകെ പരിസരം ചൂളം മുഴങ്ങി. വണ്ടി വന്നു നിന്നപ്പോൾ വലിയ ബഹളമാണ്. കച്ചവടക്കാരും മറ്റ് വിപണനക്കാരുമെല്ലാം അവിടെ തിങ്ങിക്കൂടി. ചായ, കാപ്പി, പൊറോട്ട, മുട്ട, വാഴക്കാപ്പം, അങ്ങനെ വിളിയോട് വിളി. ആ തിരക്കിനിടയിൽ ഇവർ രണ്ടുപേരും അങ്ങ് പെട്ടുപോയി. ആളുകൾ ഇറങ്ങുകയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആരോ വന്ന് വ്രോൺസ്കിയുടെ തോളത്ത് തട്ടി. ഏയ് മിസ്റ്റർ വ്രോൺസ്കി, നിങ്ങൾ അമ്മയെ പ്രതീക്ഷിച്ച് നിൽക്കുകയല്ലേ? അതെ. അമ്മ ദേ ആ കമ്പാർട്ട്മെൻറ്റിലുണ്ട്, അങ്ങോട്ട് ചെല്ല്. അയാൾ അങ്ങോട്ട് ഓടി. ആ കമ്പാർട്ട്മെൻറ്റിൻ്റെ വാതിലിൽ ചെന്ന് അയാൾ അകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ ഇതാ ആ വാതിലിൽ നിൽക്കുന്ന ഒരു സ്ത്രീ. വാതിൽ നിറഞ്ഞു നിൽക്കുന്നു അതിരൂപമതിയായ ഒരു സ്ത്രീ. അവരൊന്ന് ഒതുങ്ങിക്കൊടുക്കാതെ അയാൾക്ക് അകത്തേക്ക് പോകാൻ കഴിയില്ല. ആ സ്ത്രീ മര്യാദ പാലിച്ചു ഒന്നും ഒതുങ്ങിക്കൊടുത്തു. നമുക്കറിയാം, ഒരു തീവണ്ടി മുറിയുടെ വാതിലിൻ്റെ വീതി ഒരാളൊന്ന് ഒതുങ്ങിക്കൊടുത്താൽ ഒരാൾക്ക് കഷ്ടിച്ച് കയറിപ്പോവാം. ചിലർക്ക് വലിയ ഇഷ്ടമാണ് ഈ കഷ്ടിച്ചുള്ള യാത്ര. ആ സ്ത്രീ ഒന്ന് ഒതുക്കിക്കൊടുത്തു. അയാൾ മെല്ലെ അകത്ത് കിടന്ന് അയാളിതാ തിരിഞ്ഞു നോക്കുന്നു. ആ സ്ത്രീയും തിരിഞ്ഞു നോക്കുന്നു. എന്ന് പറഞ്ഞാൽ പോരാ. 4 കണ്ണുകൾ 4 കാട്ടുപൂവുകൾ, 4 കണ്ണുകൾ 4 കാട്ടുപൂവുകൾ, കാറ്റിലാലോലം ഉലഞ്ഞുലഞ്ഞങ്ങനെ ഒരുങ്ങുന്നു. 4 കണ്ണുകൾ 4 കാട്ടുപൂവുകൾ, കാറ്റിലാലോലം ഉലഞ്ഞുലഞ്ഞങ്ങനെ ഒരുങ്ങുമ്പോൾ ഇതളോടിതൾ ചേർന്നൊരിത്തിരിനേരം ഇടറാതൊരേ നില പോയി ആ നിശ്ചലം. ഇതളോടിതൾ ചേർന്നൊരിത്തിരി നേരം ഇടറാതൊരേ നില പോയി ആ നിശ്ചലം. 4 കണ്ണുകൾ 4 കാട്ടുപൂവുകൾ. അങ്ങനെ അധികം നോക്കി നിൽക്കുന്നത് മര്യാദയല്ലല്ലോ. അയാൾ അകത്തേക്ക് പോയി. അയാൾ അകത്ത് ചെന്നപ്പോൾ അവിടെ ഒരു സീറ്റിൽ അമ്മ ഇരിക്കുന്നു. അമ്മ ഇരുന്നുറങ്ങുന്നു. അമ്മേ, അയാൾ ചെന്ന് വിളിച്ചു. അമ്മേ. അമ്മ ഉറക്കത്തിൽ തുടങ്ങുന്നു. ആ മോനെ, നീ വന്നോടാ, വാ ഇങ്ങോട്ടിരിക്ക്. ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം, ഈ ബഹളത്തിനിടയ്ക്ക് ഇറങ്ങണ്ട. അവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ സ്ത്രീ, ആ സുന്ദരിയായ സ്ത്രീ വാതിലിൽ നിന്ന് ആരോടോ വിളിച്ചു പറയുന്നത് അയാൾ കേട്ടു. ദേ, എൻ്റെ സഹോദരൻ എവിടെയെങ്കിലും കാണും. ഞാനിവിടെ നിൽക്കുന്നത് ഒന്ന് പറയുമോ? ആ, ഞാനിവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ. വ്രോൺസ്കി വിചാരിച്ചു അത് സ്റ്റീഫൻ്റെ സഹോദരി അന്ന. അയാൾ പെട്ടെന്ന് ആ ട്രെയിനിൻ്റെ ജനാലയിലൂടെ തല പുറത്തിട്ടിട്ട് പറഞ്ഞു, സ്റ്റീഫൻ്റെ സഹോദരിയാണല്ലേ? എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, എടാ വ്രോൺസ്കി, നീ അങ്ങോട്ട് ചെല്ല്, അവളുടെ സഹോദരൻ അവിടെ എവിടെയെങ്കിലും കാണും, നീ ഇങ്ങ് വിളിച്ചോണ്ടോ, ഈ ആൾ ബഹളത്തിനിടയ്ക്ക് അവൾ പോകണ്ട. വ്രോൺസ്കി ഇറങ്ങി ഓടി സ്റ്റീഫനെ കണ്ടു. സ്റ്റീഫൻ, ഇങ്ങ് വാ, നിങ്ങളുടെ സഹോദരി ഇവിടെ നിൽക്കുന്നു, ഇങ്ങ് വാ. അയാൾ വന്ന് വീണ്ടും അമ്മയുടെ അടുത്തിരുന്നു. അവർ രണ്ടുപേരും വന്നു. അന്നയും സ്റ്റീഫനും വന്നു. അമ്മേ, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ സഹോദരനെ കണ്ടു, അമ്മ അമ്മയുടെ മകനെയും കണ്ടല്ലോ. 4 കണ്ണുകൾ 4 കാട്ടുപൂവുകൾ, കാറ്റിലാലോലം ഉലഞ്ഞുലഞ്ഞങ്ങനെ ഒരുങ്ങുമ്പോൾ ഇതളോടിതളർന്നൊരിത്തിരി നേരം ഇടറാതൊരേ നിലപ്പോൾ ആ നിശ്ചലം. കണ്ണുകൾ 4 കാട്ടുപൂവുകൾ. അന്ന അമ്മയോട് യാത്ര പറയുന്നു. അമ്മേ, ഞങ്ങളങ്ങോട്ട് ഇറങ്ങട്ടെ. ആ, ചെല്ല് മോളെ, ചെല്ല്. എടാ വ്രോൺസ്കി, ഈ വണ്ടിയിലിരുന്ന് യാത്ര അശേഷം മുഷിഞ്ഞില്ല. ഇവളുടെ ഈ വർത്തമാനം കേട്ട് ഒട്ടും മുഷിഞ്ഞില്ല. ഇവക്കൊരു 8 വയസ്സുള്ള പൊന്നുമോനുണ്ട്. അവനെക്കുറിച്ചുള്ള വർണ്ണനയായിരുന്നു അങ്ങ് വർണ്ണന. ദേ മോളെ, അല്ലേ വിഷമിക്കേണ്ട കേട്ടോ. മോൻ അവിടെ ഒറ്റയ്ക്ക് ആണെന്ന് കരുതി വിഷമിക്കേണ്ട. അവനെ നോക്കാൻ അവൻ്റെ അച്ഛനുണ്ടല്ലോ. അവൻ്റെ അച്ഛനുണ്ട്, ശരിയാണ്. എന്തായാലും ഞാൻ എൻ്റെ മകൻ്റെ കാര്യത്തിൽ അങ്ങനെ സമാധാനിക്കുന്നു. അമ്മയുടെ മകൻ്റെ കാര്യത്തിലും സമാധാനിക്കുകയാണല്ലോ. 4 കണ്ണുകൾ 4 കാട്ടുപൂവുകൾ, കാറ്റിലാലോല
അവരാ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങേണ്ട താമസം പെട്ടെന്ന് അവിടെ ഒരു ഓട്ടവും ബഹളവും. ആളുകൾ ഒരു വശത്തേക്ക് ഓടുന്നു. എന്താ അവിടെ? അന്ന തിരിച്ചു കയറി വന്ന് അമ്മയോട് ചേർന്നിരുന്നു. സ്റ്റീഫനും വൊറോൻസ്കിയും അങ്ങോട്ട് ഓടി. അല്പം കഴിഞ്ഞവർ മടങ്ങി വന്നു. അന്നെ അറിഞ്ഞോ? സംഭവം അറിഞ്ഞോ? എന്താ? അത് ഒരുത്തം കുടിച്ചു ലെക്കില്ലാതെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് അവൻ റെയിൽവേ ലൈനിലേക്ക് അങ്ങ് ഇറങ്ങി. ഒരു എൻജിൻ പുറകെടുത്ത് വരികയായിരുന്നു. അവനത് കണ്ടില്ല. എന്നിട്ട് ആളുകൾ അവനോട് വിളിച്ചു പറഞ്ഞു, മാറാൻ വിളിച്ചു പറഞ്ഞു. അവൻ കേൾക്കണ്ടേ? എന്നിട്ടെന്താ? അരഞ്ഞു പോയില്ലേ? അതും അവൻ്റെ ഭാര്യയുടെ കൺമുന്നിൽ വെച്ചായിരുന്നു ആ സംഭവം. അന്നയുടെ കണ്ണു നിറഞ്ഞു. ഈശ്വര, ആ വിധവയെ ആരെങ്കിലും ഒന്ന് സഹായിച്ചെങ്കിൽ, കാര്യമായിട്ടൊന്ന് സഹായിച്ചെങ്കിൽ. അത് കേട്ട ഉടൻ തന്നെ വൊറോൻസ്കി എഴുന്നേറ്റു. ഓടുന്ന പ്രായമാണ്. ഓടി അല്പം കഴിഞ്ഞ് മടങ്ങി വരികയും ചെയ്തു. അയാൾ എന്തോ കാര്യമായിട്ട് സഹായിച്ചെന്ന് തോന്നുന്നു. ഇതാ ആ റെയിൽവേ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നിന്ന് 2 കുതിരവണ്ടികൾ പുറത്തേക്ക് പോകുന്നു. ഒരു വണ്ടിയിൽ അമ്മയും മകനും, രണ്ടാമത്തെ വണ്ടിയിൽ സഹോദരനും സഹോദരിയും, സ്റ്റീഫനും അന്നയും. വണ്ടി നീങ്ങിക്കഴിഞ്ഞപ്പോൾ അന്ന ചോദിച്ചു, സ്റ്റീഫൻ, ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ട ചെറുപ്പക്കാരനെ നേരത്തെ അറിയുമോ? ആരെ? നമ്മളിപ്പോൾ കണ്ടില്ലേ ആ ചെറുപ്പക്കാരൻ, അയാളെ നേരത്തെ പരിചയമുണ്ടോന്ന്? അവൻ നമ്മുടെ ബന്ധുവാകാൻ പോവുകയല്ലേ? അതെങ്ങനെ? അവൻ എൻ്റെ ഭാര്യയുടെ അനുജത്തിയെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. ഓഹോ, അത് ഞാൻ അറിഞ്ഞില്ല. ഒട്ടുനേരമായവളെ മെതിച്ചെറിയും പോലെ, ഒട്ടുനേരമായവളെ ഗ്രഹിച്ചിടും അദൃശ്യമാം മോഹങ്ങളെ മെതിച്ചെറിയും പോലെ, കുലുങ്ങിയൊന്നമർന്നിരുന്നവളുടെ സകലങ്ങളോടി കുതിച്ചു വണ്ടി, കുലുങ്ങിയൊന്നമർന്നിരുന്നവളുടെ സകലങ്ങളോടി കുതിച്ചു വണ്ടി, ഒട്ടുനേരമായവളെ ഗ്രഹിച്ചിടും അദൃശ്യമാം മോഹങ്ങളെ മെതിച്ചെറിയും പോലെ. ഒരു വണ്ടിയിലിരിക്കുമ്പോൾ ആളുകൾ പരസ്പരം ആ സംഭവത്തെക്കുറിച്ച് പറയുന്നത് കേട്ടുകൊണ്ട് സഞ്ചരിക്കുകയായിരുന്നു. അവൻ ചത്തത് കാര്യമെന്ന് പറ. ആളുകൾ പറയുന്നു, ആ കുടിയൻ ചത്തത് അവർക്ക് ഉപദ്രവം ഒഴിഞ്ഞു എന്ന് മാത്രമല്ല, ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആ പട്ടാള ഉദ്യോഗസ്ഥരുണ്ടല്ലോ വൊറോൻസ്കി, എന്ത് വലിയ തുകയാണ് സംഭാവന കൊണ്ടിത് കൊടുത്തത്. അവർക്ക് അതുകൊണ്ട് ഇനി സെക്കൻഡ് ഹാൻഡ് ഭർത്താവിനെയും കിട്ടും. പൊതുജനം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നു. അന്ന അവിടെ മോസ്കോയിൽ വന്നിരിക്കുകയാണ്. അവളുടെ നാട് പീറ്റേഴ്സ്ബർഗാണ്. അവൾക്ക് ഇവിടെ വരാൻ ഒരു ദൗത്യമുണ്ട്. അവളുടെ സഹോദരൻ്റെ ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ വന്നിരിക്കുകയാണ്. അവളുടെ സഹോദരൻ സ്റ്റീഫനും അയാളുടെ ഭാര്യയും തമ്മിൽ പിണങ്ങിയിട്ട് കുറച്ച് നാളായി, 1 മാസത്തോളമായി. കാരണം മറ്റൊന്നുമല്ല, അവർക്കൊരു സംശയം, ആ ഭാര്യയ്ക്കൊരു സംശയം. സ്റ്റീഫൻ്റെ മക്കളെ ട്യൂഷൻ പഠിപ്പിക്കാൻ വരുന്ന ഇംഗ്ലീഷ് മിസ്ട്രസും സ്റ്റീഫനും തമ്മിൽ എന്തോ തമ്മിലാണെന്ന് സ്റ്റീഫൻ്റെ ഭാര്യയ്ക്ക് തോന്നി. അന്ന് മുതൽ അവർ കണ്ണിലെണ്ണ ഒഴിച്ച് നടക്കുക. ഞാൻ കണ്ടുപിടിക്കൂടി. ഒടുവിൽ അവനെ പിടികൂടി, കള്ളനെ പിടികൂടി, തൊണ്ടി സഹിതം പിടികൂടി. അതോടുകൂടി വീട്ടിലൊരു പൊട്ടിത്തെറിയായിരുന്നു. ചട്ടിയും കലവും എല്ലാം തല്ലിയിട്ട് ഉടച്ചു. പിന്നെ അവൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു, കിടത്തി ചാടാൻ ശ്രമിക്കുന്നു. കിടക്കാൻ വന്ന് കിടന്നാൽ തിരിഞ്ഞു കിടക്കുന്നു. അങ്ങനെ ആകെ നാനാവിധമായിട്ട് കിടക്കുകയാണ്. ആ വീട്ടിൽ അസമാധാനം മാത്രമേ ഉള്ളൂ. സ്റ്റീഫനും ഭാര്യയും തമ്മിൽ മിണ്ടുന്നില്ല. എന്തിന്? സ്റ്റീഫൻ ആഹാരം പോലും നേരെ ചുവേ വെച്ച് അവർ കൊടുക്കുന്നില്ല. അങ്ങനെ പ്രശ്നം ഉണ്ടായിരിക്കുന്നു. ആ പ്രശ്നത്തിൽ ഇടപെടാൻ, സമാധാനം പുനഃസ്ഥാപിക്കാൻ അന്ന വന്നിരിക്കുകയാണ്. അന്ന വന്നിടപെട്ടാൽ തീരാത്ത വഴക്കുകളില്ല. ഇവിടെ ഇപ്പോൾ സ്വന്തം സഹോദരൻ്റെ വിഷയമായപ്പോൾ തീർച്ചയായും സുന്ദരിയും സുശീലയുമായ അന്ന വന്നാൽ ആ പ്രശ്നം തീരും. വന്ന് വീട്ടിലെത്തി അവർ നാത്തൂനും തമ്മിൽ കുശലം പറഞ്ഞിരുന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറേ തെറ്റിദ്ധാരണയാണെന്ന് ധരിപ്പിച്ചു. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം തീർന്നു, വഴക്കെല്ലാം തീർന്നു, സംഗതിയെല്ലാം തീർന്നു, നേരെയായി നിരപ്പായി. അങ്ങനെ സമാധാനം പുനഃസ്ഥാപിച്ചു. അന്നത്തെ റഷ്യയിൽ, സാർ ചക്രവർത്തി വാണരുളുന്ന റഷ്യയിലെ ഒരു വലിയ ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയാണ് അന്ന. ഒരു അംബാസഡർ സ്റ്റാറ്റസിലുള്ള ഉദ്യോഗസ്ഥൻ അലക്സി കരീനിൻ്റെ ഭാര്യ ആയതുകൊണ്ട് അവളെ അന്ന കരീനീന എന്ന് വിളിക്കുന്നു. ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ
അദ്ദേഹത്തിൻ്റെ പേര് വളരെ പ്രസിദ്ധമാണ്. മോസ്കോയിൽ അദ്ദേഹത്തെ എല്ലാവരും അറിയും, പീറ്റേഴ്സ്ബർഗിൽ അവരുടെ നാട്ടിലെല്ലാവരും അറിയും, റഷ്യയിൽ ഉടനീളം അംബാസഡർ സ്റ്റാറ്റസ് ഉള്ള ഈ മനുഷ്യനെ അറിയും. ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നുള്ള നിലയിലും അന്നയെ എല്ലാവരും അറിയും. അന്ന കരീനിന മോസ്കോയിലെത്തിയെന്ന് കേട്ടപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥ ഭാര്യമാരെല്ലാം കൂടെ ഒത്തുകൂടുന്നൊരു ക്ലബ്ബുണ്ട്. ആ ക്ലബിൽ ചില സംസാരങ്ങളൊക്കെ നടക്കുന്നു. ദേ അന്ന കരീനിന വന്നിരിക്കുന്നു, അന്ന കരീനിന വന്നിരിക്കുന്നു. അതിന് അവർക്ക് ഒരു സ്വീകരണം കൊടുക്കണ്ടേ? വേണം, നിശ്ചയമായും അവർക്കൊരു സ്വീകരണം കൊടുക്കണം. ഷീ ഡിസേർവ്സ് ഇറ്റ്. അങ്ങനെ ഇടകലർന്ന ഫ്രഞ്ചും ഇംഗ്ലീഷും റഷ്യനും ഒക്കെ ചേർന്ന ഭാഷയിൽ ആ തരുണീമണികളെല്ലാം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ഭാര്യമാരെല്ലാം ചേർന്ന് ആ തീരുമാനം ഏകകണ്ഠമായി എടുത്തിരിക്കുന്നു. അന്നയെ ക്ഷണിച്ചു. അന്ന ആ സ്വീകരണത്തിന് പോകാൻ തീരുമാനിച്ചു. ഒരു ക്ലബ് ഹാളിലായിരുന്നു ആ സ്വീകരണം അറേഞ്ച് ചെയ്യപ്പെട്ടത്. അവിടേക്ക് ആ ക്ലബ് ഹാളിലേക്ക് അന്ന ചെന്ന് കയറുമ്പോൾ അവിടെ അവളെ സ്വാഗതം ചെയ്തത് പാട്ടും മേളവുമായിരുന്നു. വിടർന്ന പൂകൾ തിരുന്നൊരു വിലാസലാസ്യ മനോഹരികൾ, വിടർന്ന പൂകൾ തിരുന്നൊരു വിലാസലാസ്യ മനോഹരികൾ, നുകരൂ 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 ജീവിത മാധുരി നുകരൂ. പാട്ടും മേളവും കൊഴുകൊഴുക്കുന്നു. അവിടെ അന്ന കയറി ചെന്ന് ഒരു കസേരയിൽ ഇരുന്നു. നൃത്തം ചെയ്ത് പലരും ഇണകളായിട്ട് ആണും പെണ്ണും കൈകോർത്താണ് അവരുടെ നൃത്തം. അറിയാമല്ലോ, പാശ്ചാത്യരുടെ ഒരു രീതി നമുക്ക് അന്ന് വലിയ അതിശയമായിരുന്നു. ഇപ്പോൾ നമ്മൾ അതിശയിക്കേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിലും ഹബ്ബുകൾ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഈ ഏർപ്പാടുകൾ അത് ലഹരിമയത്തിൽ അങ്ങനെ നൃത്തം ചെയ്യുന്ന ഏർപ്പാട് നമ്മുടെ നാട്ടിലും തുടങ്ങിയിട്ടുണ്ട്. അന്ന ചെന്ന് സ്വസ്ഥമായിരിക്കുന്നത് കണ്ടപ്പോൾ അയാൾ, ആ ചെറുപ്പക്കാരൻ വ്രോൺസ്കി അങ്ങോട്ട് നടത്തിയെന്നു. വരൂ, നമുക്കൊരുമിച്ച് ഡാൻസ് ചെയ്യാം. വേണ്ട, ഇവിടെ ഇരുന്നോളാം, സ്വസ്ഥമായിട്ട് ഇരുന്നോളാം, ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ ഇരുന്നോളാം. അത് പാടില്ല. ഇവിടെ വന്നവരും നിന്നവരും എല്ലാം നൃത്തം ചെയ്യണം. അതിഥിയും ആതിഥേയരും എല്ലാം നൃത്തം ചെയ്യണം. വരൂ പ്ലീസ്, നമുക്കൊരുമിച്ച് നൃത്തം ചെയ്യാം. അയാളങ്ങനെ സ്നേഹപൂർവകം നിർബന്ധിച്ചപ്പോൾ അവൾ മെല്ലെ അതിന് വഴങ്ങി. ഇഷ്ടമല്ലെങ്കിലും അവൾ വഴങ്ങി. അവൾ അവനുമൊത്ത് ഇതാ കൈകോർത്ത് നൃത്തച്ചുവടുകൾ വെച്ചു തുടങ്ങി. ആ നൃത്തത്തിൽ അവളും ലയിച്ചു ചേർന്നിരിക്കുന്നു. ആ നൃത്തത്തിന്റെ ഹരം അവളെ ബാധിച്ചിരിക്കുന്നു. അവൾ ഹരത്തിലായി എന്ന് മനസ്സിലായ അയാൾ വ്രോൺസ്കി പിന്നെ സ്വയം ആ പാട്ടം ഏറ്റെടുത്തു. അയാൾ പാടി, തലങ്ങളാൽ പല നിറങ്ങൾ തുന്നിയ വിരിച്ചു മതിവരോളം മധുനുകരു മധുനുകരു ഇരുമിരിച്ചു മതിവരോളം മധുനുകരു മധുനുകരു നുകരു 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 ജീവിത മാധുരി നുകരു. ഇങ്ങനെ ഇണകളായി ജോഡികളായി അവിടെ ഇരുന്നവരെല്ലാം നൃത്തം ചെയ്യുന്നു. എന്നാൽ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് അവിടെ ഒരു കസേരയിലിരുന്ന് കരയുന്നു. അവൾക്ക് കൂട്ടിനാരെയും കിട്ടിയില്ല. അവിടെ കൂടെ നൃത്തം ചെയ്യാൻ ആളില്ല. അവളെ ക്ഷണിക്കാൻ ആരും വന്നില്ല. അവളെ ക്ഷണിക്കേണ്ട ആളാണ് ഇപ്പോൾ അന്നയുമൊത്ത് നൃത്തം ചെയ്യുന്നത്, ആ സ്ത്രീയുമൊത്ത് നൃത്തം ചെയ്യുന്നത്. അത് കണ്ടിട്ട് അവൾക്ക് സഹിക്കുന്നില്ല. അവൾക്ക് അടക്കാൻ വയ്യാത്ത സങ്കടം, സഹിക്കാൻ വയ്യാത്ത ദേഷ്യം. അവളിരുന്ന് പിറുപിറുക്കുന്നു. കണ്ടില്ലേ ആ സ്ത്രീ, അവർ വലിയ സുന്ദരിയാണെന്നാണ് അവരുടെ ഭാവം. എവിടെ നിന്നോ ഇങ്ങോട്ട് കയറി വന്നു. കണ്ണി കണ്ട ഒരു ചെറുപ്പക്കാരൻ്റെ കൈകോർത്ത് കൈക്ക് പിടിച്ച് അങ്ങ് തുള്ളലോട് തന്നെ തുള്ളല്. വലിയ സുന്ദരിയാണെന്നാണ് ഭാവം. അവളുടെ മുഖം കണ്ടാലറിയാം.
അടക്കുവാനരുതവൾക്ക് തെല്ലും അകതാരിലെ ആനന്ദം, അടക്കുവാനരുതവൾക്ക് തെല്ലും അകതാരിലെ ആനന്ദം. അവന്റെ മൊഴികളിൽ അലിഞ്ഞലിഞ്ഞവളാടി മതപര നൃത്തം, അവന്റെ മൊഴികളിൽ അലിഞ്ഞവളാടി മതപര നൃത്തം, ആടി ഉന്മത നൃത്തം. ആ പാട്ട് അവസാനിച്ചു. അന്ന വ്രോൺസ്കിയുടെ കൈ വിട്ടിട്ട് ഇതാ പുറത്തേക്ക് പോകാൻ ഇറങ്ങുന്നു. അവർ ആതിഥേയർ ഓടിച്ചെന്നു. എവിടെ പോകുന്നു? ഞാൻ പോകുന്നു, എനിക്ക് പോകാൻ ധൃതിയുണ്ട്. അയ്യോ, നിങ്ങൾ ചീഫ് ഗസ്റ്റാണ്, ചീഫ് ഗസ്റ്റ് ആഹാരം കഴിക്കാതെ പോകാൻ പാടില്ല. ഇല്ല, എനിക്ക് പോകാൻ ധൃതിയുണ്ട്, ഞാൻ പോകുന്നു. അവരുടെ കൈ തട്ടിയിട്ട് അന്ന പോയി കളഞ്ഞു. കാരണം അന്ന കണ്ടു ഒരു പെണ്ണിൻ്റെ ദുഃഖം. അതിന് കാരണക്കാരി താനാണ്. അവളുടെ പ്രതിശ്രുത വരനുമൊത്ത് ഇഷ്ടമില്ലെങ്കിലും അന്നേരത്തെ സാഹചര്യത്തിൽ അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി ഒന്ന് നൃത്തം ചെയ്തു പോയി. അതവൾക്ക് സഹിക്കുന്നില്ല, ആ പെണ്ണിന് സഹിക്കുന്നില്ല. ഒരു നിമിഷം നേരത്തെ താൻ ഈ ക്ലബ് ഹാൾ വിടുന്നതാണ് ആ പെണ്ണിന് സന്തോഷം. അതുകൊണ്ട് നല്ലവളിൽ നല്ലവളായ അന്ന ആ ക്ലബ് ഹാൾ വിട്ടുപോയി. അവൾ വന്ന ദൗത്യം പൂർത്തിയായല്ലോ, അത് വിജയകരമായി. സ്റ്റീഫൻ്റെ വീട്ടിലെ പ്രശ്നം പരിഹരിക്കാനാണ് അവൾ വന്നത്. ആ പ്രശ്നം പരിഹരിച്ചു. ഇതാ സ്വീകരണത്തിൽ പങ്കെടുത്തു. അടുത്ത ദിവസം അവളുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അവളുടെ സഹോദരൻ സ്റ്റീഫൻ കൊണ്ടുചെന്ന് അവളെ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടു, യാത്രയാക്കി. അവൾ ആ ട്രെയിനിൽ അങ്ങനെ യാത്ര ആരംഭിച്ചു. കൂകി വിളിച്ചുകൊണ്ട് അതിവേഗം ആ തീവണ്ടി മുമ്പോട്ട് നീങ്ങുന്നു. അവൾ ഒരു പുസ്തകമെടുത്തു, അതിൻ്റെ താളുകൾ മറിക്കുന്നു, അത് വായിക്കുന്നു. 4-5 പേജ് വായിച്ചു കാണും. പക്ഷേ എന്താണ് വായിച്ചത് എന്നത് അവൾക്ക് ഓർമ്മയില്ല. അവളുടെ മനസ്സ് മറ്റെന്തിലോ മുഴുകിയിരിക്കുന്നു. അവളുടെ മനസ്സ് നിറയെ ഇന്നലത്തെ നൃത്തം, തന്നോടൊപ്പം നൃത്തം ചെയ്ത ആ ചെറുപ്പക്കാരൻ്റെ തുടുത്ത കവിളുകൾ, അയാളുടെ കരസ്പർശം എല്ലാം അവളുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. അത് ഓർത്ത് അവൾ അങ്ങനെ ഇരുന്നു. ആ പുസ്തകം മടക്കി ബാഗിനുള്ളിൽ വെച്ചു. പിന്നെ അവൾ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു, അല്ല അന്നേ, നീ എന്ത് ഭാവിച്ച? അവൾ സ്വയം ചോദിക്കുന്നു, നീ എന്താണ് ചിന്തിക്കുന്നത്? നീ എന്താണ് വിചാരിക്കുന്നത്? നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. നീ ആരാണ്? അവൻ ആരാണ്? 1000 യുവാക്കളിലെ ആയുവാവെന്നതിൻ മീതെയായുന്നു. 1000 യുവാക്കളിലെ ആയുവാവെന്നതിൻ മീതെയായുന്നു. പാടില്ല പാടില്ല ചിന്തിക്കുവാൻ നിനക്കന്നെ ഭാര്യയാണിന്നു നീ മാതാവുമല്ലേ. പാടില്ല ചിന്തിക്കുവാൻ നിനക്കന്നെ ഭാര്യയാണിന്നു നീ മാതാവുമല്ലേ. 1000 യുവാക്കളിൽ ആ വണ്ടി കൂകിപ്പാഞ്ഞ് ഇരുളിലൂടെ സഞ്ചരിക്കുന്നു. രാത്രിയായിരിക്കുന്നു, നേരം അർദ്ധരാത്രിയായിരിക്കുന്നു. ആ വണ്ടി ഒരു സ്റ്റേഷനിൽ നിന്നു. ജനാലയിലൂടെ അന്ന പുറത്തേക്ക് നോക്കി. പരിചയമില്ലാത്ത സ്ഥലമാണ്. വണ്ടിയിൽ ഭയങ്കര ചൂട്. അവൾ മെല്ലെ ആ ട്രെയിനിൻ്റെ വാതിൽ വന്ന് നിന്നപ്പോൾ പുറത്താരോ പറയുന്നത് കേട്ടു, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇവിടെ നിന്ന് വണ്ടി പോകൂ. അവൾ മെല്ലെ ആ ഗോവണിപ്പടി ഇറങ്ങി പ്ലാറ്റ്ഫോമിൽ നിന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുന്നവരെല്ലാം അവളെ ഒന്ന് നോക്കിയിട്ടാണ് പോകുന്നത്. അവൾ അതിസുന്ദരിയാണ്, അതിരൂപവതിയാണ്. തന്നെ ആൾക്കാർ നോക്കും, പക്ഷേ അവൾ അങ്ങോട്ട് നോക്കാറില്ല എന്ന് മാത്രം. കുറേ നേരം അവിടെ ആ സ്റ്റേഷനിൽ വീശിയടിച്ച കാറ്റുമൊക്കെ ആസ്വദിച്ച് അങ്ങനെ നടന്നു. ഇനിയിപ്പോൾ വണ്ടി വിടാൻ ഏകദേശം സമയമായെന്ന് അവൾക്ക് തോന്നി. അവൾ വണ്ടിയിലേക്ക് തിരിച്ചു കയറാൻ ആ ഡോർ പോസ്റ്റിൽ പിടിച്ച് അതിൻ്റെ പടികളിൽ കാലെടുത്ത് വെച്ചപ്പോൾ അവൾക്ക് തോന്നി തൊട്ട് പിന്നിൽ ആരോ നിൽക്കുന്നു എന്ന്. അവൾ തിരിഞ്ഞു നോക്കി. ഇതാ നിൽക്കുന്നു ഒരു മനുഷ്യൻ. മുട്ടോളം എത്തുന്ന കരിമ്പടക്കോട്ടും ചരിച്ചു വെച്ച ഒരു തൊപ്പിയും ധരിച്ചങ്ങനെ നിൽക്കുന്നു. അയാളൊരു ചുരുട്ട് കടിച്ചു പിടിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ധാരധാരയായി പുക വരുന്നു. അവൾ അയാളെ സൂക്ഷിച്ചു നോക്കി. ആരാണ്? മിസ്റ്റർ വ്രോൺസ്കി. അവൾ ആരെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്നുവോ
ആ മനുഷ്യനിതാ അപ്രതീക്ഷിതമായി വന്നു നിൽക്കുന്നു. അദ്ദേഹം ചോദിക്കുന്നു, അല്ല, വണ്ടിയിൽ സൗകര്യങ്ങളെല്ലാം ഉണ്ടോ? എന്തെങ്കിലും അസൗകര്യമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ സഹായം ആവശ്യമുണ്ടോ? പൊടുന്നനെ അയാളെ ഇങ്ങനെ കണ്ടപ്പോൾ അന്നയ്ക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഒന്നുമോതാനരുതാതെ ഒട്ടുനേരം നിർനിമേഷാക്ഷിയായി നിന്നുപോയല്ല. ഒന്നുമോതാനരുതാതെ ഒട്ടുനേരം നിർനിമേഷാക്ഷിയായി നിന്നുപോയല്ല. അവൾ മനസ്സിൽ നിറയെ വിചാരിച്ചു കൊണ്ടിരുന്ന ആളിനെ നേരിട്ട് കണ്ടപ്പോൾ അവൾക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അപ്പോൾ അയാളുടെ സംഭാഷണം ആവർത്തിക്കുന്നു, അല്ല, എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നമ്മൾ തമ്മിൽ പരിചയമുണ്ട്. നിങ്ങൾ എൻ്റെ പ്രിയ സ്നേഹിതൻ സ്റ്റീഫൻ്റെ സഹോദരിയുമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അവൾ പെട്ടെന്ന് ചോദിച്ചു, അല്ല, നിങ്ങൾ ഈ വണ്ടിയിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. എങ്ങോട്ട് പോകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾ എങ്ങോട്ട് പോകുന്നുവോ അങ്ങോട്ട് ഞാനും വരുന്നു. പെട്ടെന്ന് ശക്തിയായൊരു കാറ്റടിച്ച് ആ സ്റ്റേഷനിലെ ഒരു ബോർഡ് പൊട്ടി താഴെ വീണു. അയാളുടെ ആ സംഭാഷണം കേട്ടപ്പോൾ അന്നയ്ക്ക് തോന്നിയത്, കേൾക്കരുതാത്തത് കേട്ടു വിവേകം, കേൾക്കാൻ കൊതിച്ചത് കേട്ടു ഹൃദയം. കേൾക്കരുതാത്തത് കേട്ടു വിവേകം, കേൾക്കാൻ കൊതിച്ചത് കേട്ടു ഹൃദയം. കേൾക്കാൻ കൊതിച്ചത് കേട്ടു ഹൃദയം. മനസ്സ് എപ്പോഴും പറയും, അരുതാത്തത് ചെയ്യാൻ മനസ്സ് പ്രേരിപ്പിക്കും, ചെയ്യ്. അപ്പോൾ മനസാക്ഷി വിലക്കും, തെറ്റാണ്, ചെയ്യരുത്. അവളുടെ മനസ്സും മനസാക്ഷിയും തമ്മിലുള്ള ആ സംഘർഷത്തിൽ അവളുടെ മനസ്സ് മുഴുകി നിന്നപ്പോൾ അവൾക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ അവൾക്ക് തോന്നിയത്, കേൾക്കരുതാത്തത് കേൾക്കൂ വിവേകം, കേട്ടാൻ കൊതിച്ചത് കേട്ടു ഹൃദയം. കേൾക്കാൻ കൊതിച്ചത് കേട്ടു ഹൃദയം. എങ്കിലും അവൾ പറഞ്ഞു, മാന്യനാണെങ്കിൽ മറക്കുക മാന്യതയൊരു സംഭാഷണം. മാന്യനാണെങ്കിൽ മറക്കുക മാന്യതയൊരു സംഭാഷണങ്ങൾ. എന്താ നിങ്ങൾ പറഞ്ഞത്? ഞാനിത് മറക്കാനോ? ഈ സംഭാഷണം ഞാൻ മറക്കാനോ? ഈ സമാഗമം ഞാൻ മറക്കാനോ? ഈ ജീവിതകാലത്ത് എനിക്കത് സാധ്യമല്ല. അവൾക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞില്ല. നിർത്തൂ എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഡോർ പോസ്റ്റിൽ പിടിച്ച് അകത്ത് കയറി ആ വാതിൽ വലിച്ചടച്ചു. ആ തീവണ്ടി ഒന്ന് കൂകി വിളിച്ചു. അതിൻ്റെ തുടർ യാത്ര നടക്കുന്നു. ഇരുളിനെ കീറി മുറിച്ചുകൊണ്ട് ആ തീവണ്ടി അങ്ങനെ മുമ്പോട്ട് പോകുന്നു. വണ്ടിയിൽ രണ്ടുപേർ ഉറങ്ങാതെ ഇരിപ്പുണ്ട്. ഒരാൾ കണ്ടമാനം ചുരുട്ട് പുകച്ചു തള്ളുന്നു. അയാളുടെ മനസ്സ് നിറയെ ഉള്ളിലോരോമന നൃത്തവുമായവൾ തുള്ളിത്തുളുമ്പി നിൽക്കുന്നു. ഉള്ളിലോരോമന നൃത്തവുമായവൾ തുള്ളിത്തുളുമ്പി നിൽക്കുന്നു. ഏതൊരു ഗാനമായി തോന്നിയവളുടെ തേൻമൊഴികളെല്ലാം, ഏതൊരു ഗാനമായി തോന്നിയവളുടെ തേൻമൊഴികളെല്ലാം. രണ്ടുപേരും ഉറങ്ങാതെ ആ യാത്ര തുടർന്നു. അനേകം മണിക്കൂറുകൾ സഞ്ചരിച്ച് നേരം പുലരാറായപ്പോൾ ഒരു സ്റ്റേഷനിലെത്തി. വ്രോൺസ്കി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷൻ, അന്നയുടെ സ്ഥലം, അവൾക്ക് ഇറങ്ങേണ്ട സ്ഥലം. അയാൾ ഓടി ആ വാതിലിൽ ചെന്ന് നോക്കി പുറത്തേക്ക്. അന്ന ഇറങ്ങിക്കഴിഞ്ഞു. അവൾ മുമ്പോട്ട് നടക്കുന്നു. അയാളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഒരു തവണയെങ്കിലും അവൾ തിരിഞ്ഞു നോക്കും. അവളൊരു പെണ്ണല്ലേ, അവൾ തിരിഞ്ഞു നോക്കും. പക്ഷേ അതുണ്ടായില്ല. അവൾ തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല, ഇതാ അയാൾക്ക് സഹിക്കാൻ വയ്യാത്തൊരു കാഴ്ച. അവിടെ ആ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ കണ്ട
ഒരു മാന്യനോട് അവൾ ചെന്ന് സംസാരിക്കുന്ന, ഒരു പുരുഷനോട് മറ്റൊരു പുരുഷനോട് അവളുടെ ഭർത്താവ് അദ്ദേഹം അവളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചോണ്ട് പോകാൻ വന്നതാണ്. ഇയാൾ എന്തിനാണ് അതിന് കിടന്ന് കയറ് പൊട്ടിക്കുന്നത്? എന്തായാലും ഭാര്യയും ഭർത്താവും കൂടെ വന്ന് ചേർന്ന് അല്ലറ ചില്ലറ കുശലങ്ങൾ പറയുന്നതിനിടയിൽ വ്രോൺസ്കി ഇറങ്ങി ഓടി അങ്ങ് ചെന്ന് ഭർത്താവ് നിൽക്കുന്നത് നോക്കാതെ അദ്ദേഹത്തോട് ഒരു വാക്കും പറയുന്നതിന് മുമ്പ് അവളോട്, അന്നയോട്, അല്ല ഇന്നലെ അർദ്ധരാത്രി നമ്മൾ തമ്മിൽ കണ്ടതിന് ശേഷം എന്തെങ്കിലും അസൗകര്യം ഉണ്ടായോ? വണ്ടിയിലെല്ലാം സുഖമായിരുന്നോ? എന്തൊരു മനുഷ്യൻ ഈ ഭർത്താവ്! എൻ്റെ ഭർത്താവ് എന്ത് വിചാരിച്ചു കാണും? അവൾ പെട്ടെന്ന് അയാളെ ഭർത്താവിന് പരിചയപ്പെടുത്തി. അങ്ങക്ക് ഇദ്ദേഹത്തെ മനസ്സിലായോ? ഇല്ല, ഇദ്ദേഹം മിസ്റ്റർ വ്രോൺസ്കി. ഏത് വ്രോൺസ്കി? അതെ, ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എന്നോടൊപ്പം ട്രെയിനിലൊരു അമ്മയുണ്ടായിരുന്നല്ലോ, ആ അമ്മയുടെ മകനാണ് ഇത്, വ്രോൺസ്കി. ഓ, അപ്പോൾ നീ അമ്മയുമൊത്ത് പോയി മകനുമൊത്ത് തിരികെ വന്നു. Glad to meet you, Mr. Vronsky. Glad to meet you, Mr. Vronsky. തരങ്ങളാം ഉദ്യാനമേളകൾ, നൃത്തോത്സവങ്ങൾ, സുഹൃത്സഭാകൾ, നൃത്യതരങ്ങളാം ഉദ്യാനമേളകൾ, നൃത്തോത്സവങ്ങൾ, സുഹൃത്സഭാകൾ, നിത്യമനുഗ്രഹീതങ്ങളായി അന്നതൻ സുസ്മേര സുന്ദര സന്ദർശനങ്ങളായി, നിത്യമനുഗ്രഹീതങ്ങളായി അന്നതൻ സുസ്മേര സുന്ദര സന്ദർശനങ്ങളാം, നൃത്യതരങ്ങളാം ഉദ്യാനമേളകൾ, നൃത്തോത്സവങ്ങൾ, സുഹൃത്സഭാ വേദികൾ. അന്നയുടെ ഭർത്താവ് പ്രശസ്തനായ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ജനപ്രിയനാണ്. അതുപോലെ തന്നെ ഔദ്യോഗിക രംഗങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് ശ്രദ്ധിക്കപ്പെടുന്നു. എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പലരും ഇഷ്ടപ്പെടുന്നു. പല വിവാഹ പാർട്ടികൾക്കും പല ജന്മദിന മേളകൾക്കുമൊക്കെ അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. എല്ലാറ്റിനും അദ്ദേഹത്തിന് ചെന്നെത്താൻ കഴിയാറില്ല. എങ്കിലും ആരെയും പിണക്കണ്ട എന്ന് കരുതി പകരം അദ്ദേഹം ഭാര്യയെ അയക്കാറുണ്ട്, അന്നയെ അയക്കാറുണ്ട്. അവളെ അയക്കാൻ കൊള്ളാം. ആ വിധത്തിലെല്ലാം നൃത്യതരങ്ങളാം ഉദ്യാനമേളകൾ, നൃത്തോത്സവങ്ങൾ, നിത്യമനുഗ്രഹീതങ്ങളായി അന്നതൻ സുസ്മേര സുന്ദര സന്ദർശനങ്ങളായി. അങ്ങനെ ഹൃദ്യതരങ്ങളാണ് ആ ഉദ്യാനമേളകളെല്ലാം. അങ്ങനെ പീറ്റേഴ്സ്ബർഗിൽ അവൾ വീണ്ടും ആ താരയിൽ ഇഴുകിച്ചേരുകയാണ്. പക്ഷേ ഈയിടെയായി കണ്ടവൾ പ്രത്യാശകളിൽ കത്തും യുവാവിനെ, എത്തുമിളങ്ങളിലൊക്കെയും കണ്ടവൾ പ്രത്യാശകളിൽ കത്തും യുവാവിനെ, പ്രത്യാശകളിൽ കത്തും യുവാവിനെ. അന്ന ചെല്ലുന്നിടത്തെല്ലാം അയാളുണ്ട്, വ്രോൺസ്കി കൂടെയുണ്ട്. ഇത് പീറ്റേഴ്സ്ബർഗിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ ഭാര്യമാരെല്ലാം ശ്രദ്ധിച്ചു. ഒരു ഉദ്യോഗസ്ഥയുടെ ഭാര്യയ്ക്ക് മറ്റൊരു ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയെ കണ്ടുകൂടല്ലോ. അതുപോലെ സ്റ്റാറ്റസിൽ വളരെ ഉയർന്നു നിൽക്കുന്നവളാണ് അന്ന കരീനിന. അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും കുറ്റമുണ്ടോ എന്ന് നോക്കി നടക്കുകയാണ്. ഇപ്പോൾ അവളെ സ്ഥിരം അനുധാവനം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ എല്ലായിടത്തുമുണ്ട്. അതെല്ലാം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ആ പെണ്ണുങ്ങൾ ക്ലബ്ബിലിരുന്ന് ചീട്ട് കളിക്കുകയാണ്. മേശയ്ക്ക് വട്ടമിരുന്ന് ചീട്ട് കളിക്കുന്നു. വേറെ പണിയൊന്നുമില്ല, വീട്ടിൽ ജോലിയൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ക്ലബ്ബിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് ചീട്ട് കളിച്ച് സമയം കളയുക, പരദൂഷണം പറയുക. അവർ പരസ്പരം പറയുന്നു, നിങ്ങൾ പറഞ്ഞില്ലേ അന്ന വളരെ നല്ലവളാണെന്ന്? അങ്ങനെ പറഞ്ഞു. എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? എനിക്കങ്ങനെ തോന്നുന്നു. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. അപ്പോൾ ഒരുത്തിക്ക് തോന്നുന്നു, ഒരുത്തിക്ക് തോന്നുന്നില്ല. നിങ്ങളെന്താണ് അങ്ങനെ പറയാൻ കാരണം? അത് അന്ന് അവൾ പോയില്ലേ ആ ബ്രദറിൻ്റെ വീട്ടിൽ മോസ്കോയിൽ, അതിന് ശേഷമാണ്. ഐ ഡോണ്ട് തിങ്ക് ഷീ ഈസ് സോ പെർഫെക്റ്റ്. അവൾ അത്ര നല്ലവളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ കാര്യമെന്നല്ലേ ചോദിച്ചത്. ഞാൻ അന്നു മുതൽ
അവൾ മോസ്കോയിൽ നിന്ന് മടങ്ങി വന്ന ദിവസം മുതൽ ഞാൻ അവളെ വാച്ച് ചെയ്യുന്നുണ്ട്. എന്താണാവോ ഇത്ര വാച്ച് ചെയ്യാൻ? മോസ്കോയിൽ നിന്നു മടങ്ങി വരുമ്പോൾ മാറ്റങ്ങൾ അന്നയിൽ കാണാം. മോസ്കോയിൽ നിന്നു മടങ്ങി വരുമ്പോൾ മാറ്റങ്ങൾ അന്നയിൽ കാണാം. അപ്പൊ മറ്റൊരുത്തി പറഞ്ഞു, പിന്നാലെ കൂടാനൊരുത്തനുണ്ടാവുക പെണ്ണിനഭിമാനമല്ലേ, പിന്നാലെ കൂടാനൊരുത്തനുണ്ടാവുക പെണ്ണിനഭിമാനമല്ലേ. ഇങ്ങനെ രണ്ടുപേർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മൂന്നാമതൊരുത്തി പറഞ്ഞു, അത്തരക്കാരിതൻ അന്ത്യമോർത്തിയിടുവിൽ എത്ര ദയനീയമെന്നോ, അത്തരക്കാരിതൻ അന്ത്യമോർത്തിയിടുവിൽ എത്ര ദയനീയമെന്നോ, എത്ര ദയനീയമെന്നോ. എടി 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 ആ ചീട്ട് കളിക്കുന്ന മേശയ്ക്കടിയിലൂടെ കാലുകൊണ്ട് ചവിട്ടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ദേ 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 അവൾ വരുന്നു, അവൾ വരുന്നു, അന്ന വരുന്നുണ്ട്, കൂടെ വ്രോൺസ്കിയുമുണ്ട്, അവനും ഉണ്ടടി. അവർക്ക് നല്ല രസം. അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി ചവിട്ടി ഓരോരുത്തരുടെ കാലിൻ്റെ തൊലി പോയി, ചിലർക്ക് ചവിട്ട് കൊണ്ട് നീരും വന്നു. അവർ രണ്ടുപേരും അകത്തേക്ക് വന്നു. അന്ന വന്ന് സ്വസ്ഥമായിട്ടൊരു ഭാഗത്ത് ഒതുങ്ങിയിരുന്നു. വ്രോൺസ്കി ചെന്ന് തൊട്ടടുത്തിരുന്നു. മിസ്റ്റർ വ്രോൺസ്കി, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്നെ ഇങ്ങനെ പിന്തുടരരുതെന്ന്? എനിക്കിതിഷ്ടമല്ല. ഞാൻ പിന്നെ എന്ത് വേണം? എനിക്കിതിഷ്ടമല്ല. എന്നെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നത് എന്തിനാണ്? ഞാൻ പിന്നെ എന്ത് വേണമെന്ന് പറയൂ. നിങ്ങളെന്ത് വേണമെന്ന് ഞാൻ പറയണമല്ലേ? ദേ ഒരു വിശേഷമുണ്ട്. മോസ്കോയിൽ നിന്ന് എനിക്കൊരു കത്ത് വന്നിട്ടുണ്ട്. കത്തോ? എന്താ വിശേഷം? എന്താ വിശേഷം? രോഗിണിയായി നിന്റെ കാമുകി തീവ്രമാം മാനസിക വ്യഥ ആണതിൻ കാരണം. രോഗിണിയായി നിന്റെ കാമുകി തീവ്രമാം മാനസിക വ്യഥ ആണതിൻ കാരണം. രോഗിണിയായി നിന്റെ കാമുകി. ഓഹോ, അവൾക്ക് എന്തസുഖമാണ്? എന്തസുഖമാണ് എന്നോട് ചോദിക്കുന്നു. മാനസവേദി പൂജിക്കയാണവൾ, മാനസദേവനായി നിങ്ങളെ ഇപ്പോഴും. മനസവേദിയിൽ പൂജിക്കയാണവൾ, മനസദേവനായി നിങ്ങളെ ഇപ്പോഴും. കഷ്ടമ പെണ്ണിനെ വിസ്മരിച്ചിങ്ങനെ ചുറ്റിത്തിരിയുവാൻ എന്തു വീഴച്ചവൻ. കഷ്ടമ പെണ്ണിനെ വിസ്മരിച്ചിങ്ങനെ ചുറ്റിത്തിരിയുവാൻ എന്തു വീഴച്ചവൻ. രോഗിണിയായി നിന്റെ കാമുകി തീവ്രമാം മാനസിക വ്യഥ ആണതിൽ കാരണം. രോഗിണിയായി നിന്റെ കാമുകി. അല്ല അന്ന, ഞാനെന്ത് വേണമെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എന്ത് വേണമെന്നോ? മോസ്കോയിലേക്കു മടങ്ങണം ചെന്നുടൻ ആവിരഹാർത്തയെ കേൾക്കണമാതരായി. മോസ്കോയിലേക്കു മടങ്ങണം ചെന്നുടൻ ആവിരഹാർത്തയെ കേൾക്കണമാതരായി. രോഗിണിയായി നിന്റെ കാമുകി തീവ്രമാം മാനസിക വ്യഥ ആണതിൻ കാരണം. രോഗിണിയായി നിന്റെ കാമുകി. അവൾക്ക് അസുഖം വരാൻ കാരണം ഞാനല്ല, വ്രോൺസ്കി പറയുന്നു. പിന്നാരാണ്? അന്നേ, നിങ്ങളാണ് അതിന് കാരണക്കാരി. ദേ വ്രോൺസ്കി, നിങ്ങളിങ്ങനെ അർത്ഥം വെച്ച് പലതും എന്നോട് പറയുന്നുണ്ട്. എനിക്കിത് അശേഷം ഇഷ്ടമാകുന്നില്ല. ദേ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, എന്തെങ്കിലും പരിഗണനയുണ്ടെങ്കിൽ, നിങ്ങൾ ഉടൻ അങ്ങോട്ട് പോകണം. ആ പെൺകുട്ടിയെ വിവാഹം ചെയ്യണം. അവളെ സാന്ത്വനിപ്പിക്കണം. അവളെ മൊത്തം ജീവിക്കണം. അന്ന, നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളോട് എനിക്ക് സ്നേഹം മാത്രമല്ല, അത് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ എന്നെനിക്ക് സംശയമാണ്. നീ എൻ്റെ ജീവനായി, ജീവൻ്റെ ജീവനായി, ഇല്ലയെങ്കിൽ ഞാനില്ല ഭൂമി. നീ എൻ്റെ ജീവനായി, ജീവൻ്റെ ജീവനായി, ഇല്ലയെങ്കിൽ ഞാനില്ല ഭൂമി. നിർത്ത്. അയാൾ നിർത്തിയില്ലെന്ന് മാത്രമല്ല, അവളോട് കൂടുതൽ ചേർന്ന് നിന്ന് പറഞ്ഞു. നിന്മന്ദഹാസമന്തരംഗത്തിലെ മന്ദാരവനിയിലെ തിരികൾ, നിന്മന്ദഹാസമന്തരംഗത്തിലെ മന്ദാരവനിയിലെ
ജീവനായി ജീവന്റെ ജീവനായി ഇല്ല എങ്കിൽ ഞാനില്ല ഭൂമി. നിങ്ങളുടെ ഭർത്താവ് വന്നു. അയാൾ തന്നെ പറഞ്ഞു, വ്രോൺസ്കി പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് വന്നിരിക്കുന്നു. ശരിയാണ്, അലക്സി കരീനിൻ വന്നിരിക്കുന്നു. അംബാസഡർ സ്റ്റാറ്റസിലുള്ള ആ വലിയ ഉദ്യോഗസ്ഥൻ ഇതാ വരുന്നു. അദ്ദേഹത്തിൻ്റെ വരവ് കണ്ടില്ലേ? കറുത്ത കോട്ടും പാൻറ്റും ധരിച്ചിരിക്കുന്നു, തൂവെള്ള ഷർട്ട്, അകത്ത് ഒരു വെള്ള കോളർ. അങ്ങനെ അദ്ദേഹം ഒരു വാക്കിംഗ് സ്റ്റിക്കും പേറി വരുന്നു. ഇടത് കൈയിൽ അദ്ദേഹത്തിൻ്റെ ഹാറ്റ് ഒതുക്കി പിടിച്ചിരിക്കുന്നു. അദ്ദേഹം കയറി വരുന്നത് കണ്ട് എല്ലാവരും ബഹുമാനപൂർവ്വം അങ്ങ് എഴുന്നേറ്റു. ഇരിക്കിൻ അദ്ദേഹം അവരോട് വളരെ സൗമ്യമായിട്ട് പറഞ്ഞു. അപ്പോഴേക്കും അദ്ദേഹത്തിന് കുടിക്കാൻ ചായ ബേറർ കൊണ്ടുവന്ന് കൊടുത്തു. അദ്ദേഹം ആ ചായക്കപ്പ് കയ്യിലെടുത്തു, ഒരു കവിൾ കുടിച്ചു. ചുറ്റുപാടുമൊന്ന് നോക്കി, അതാ അന്ന. അയാളുമുണ്ടല്ലോ അടുത്ത്, വ്രോൺസ്കിയുമുണ്ടല്ലോ, അങ്ങനെ പലരും. അപ്പോൾ ആരോ ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങയുടെ പദ്ധതിയൊക്കെ എവിടം വരെയായി? അദ്ദേഹം പെട്ടെന്ന് ആ ചായ മേശപ്പുറത്ത് വെച്ചു, കപ്പ് മേശപ്പുറത്ത് വെച്ചു. പദ്ധതി ഞാൻ കൊടുത്ത സ്കീമനുസരിച്ച് നമ്മുടെ ഗവൺമെൻറ് പ്രവർത്തിച്ചിരുന്നെങ്കിൽ 5 വർഷത്തിനുള്ളിൽ നമ്മുടെ രാജ്യം സ്വർഗമായി തീർന്നേനെ. പക്ഷേ എന്ത് ചെയ്യാം, ഗവൺമെൻറ്റിന് ഒരു താല്പര്യവുമില്ല. നോ ഇൻട്രസ്റ്റ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ ചീട്ടുകളിക്കാരി പെണ്ണുങ്ങൾ മേശക്കടിയിലൂടെ കാര്യമായിട്ട് ചവിട്ടിക്കൊണ്ട് പറയുന്നത് അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, നോ ഇൻട്രസ്റ്റ്. അദ്ദേഹം വന്നിട്ടും അവൾ അവൻ്റെ അടുത്തിരിക്കുന്നുണ്ട്, നോ ഇൻട്രസ്റ്റ്. ഇതെല്ലാം അലക്സി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അതൊന്നും ഭാവിക്കാതെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലേക്ക് കടന്നു. അദ്ദേഹത്തിൻ്റെ ദൗത്യം അതാണ്. ആ പ്രസംഗം വളരെ പ്രൗഢിയോടെ അദ്ദേഹം അത് നിർവഹിച്ചു. പ്രസംഗം കഴിഞ്ഞ് മെല്ലെ അന്ന എഴുന്നേറ്റ് ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെന്നു. അന്ന, വരൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അയ്യോ, ഞാൻ വരുന്നില്ല. അതെന്താ? ഞാൻ ഇവിടെ നിന്ന് ആഹാരം കഴിക്കാമെന്ന് ഇവരോട് പറഞ്ഞു പോയി. ഓഹോ, ആയിക്കോട്ടെ, നീ ആഹാരം കഴിച്ചിട്ട് വന്നാൽ മതി. അദ്ദേഹം ഇതാ വീട്ടിലേക്ക് പോയി കഴിഞ്ഞു. അന്ന് രാത്രി അന്ന ആ ക്ലബിൽ നിന്ന് ഇറങ്ങുമ്പോൾ രാത്രി 12 മണിയോളമായിരിക്കുന്നു. അവൾ മെല്ലെ അവളുടെ വണ്ടി കിടക്കുന്നിടത്തേക്ക് നടന്നു ചെന്നു. അയാൾ പിന്നാലെ പോകുന്നു, ഒരു പ്രേമ ഭിക്ഷുവിനെ പോലെ. മിസ്റ്റർ വ്രോൺസ്കി, നിങ്ങൾക്ക് എന്താണ് വേണ്ടുന്നത്? നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ ഉദ്ദേശം എന്തായാലും നടക്കാൻ പോകുന്നില്ല. ഞാൻ ഒന്ന് പറഞ്ഞേക്കാം, നമ്മൾ തമ്മിൽ സുഹൃത്തുക്കളായിരിക്കും. ജസ്റ്റ് ഫ്രണ്ട്സ്, സൗഹൃദം. അതിനപ്പുറം യാതൊന്നും നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. എന്താ പറഞ്ഞത്? നിങ്ങളുടെ സൗഹൃദം. എനിക്ക് നിങ്ങളുടെ സൗഹൃദം വേണ്ടെങ്കിലും പിന്നെ സൗഹൃദമല്ല കോതിപ്പു ഞാൻ സൗന്ദര്യ സാമ്രാജ്യ സാർവഭൗമൻ. സൗഹൃദമല്ല കോതിപ്പു ഞാൻ സൗന്ദര്യ സാമ്രാജ്യ സാർവഭൗമൻ. ഈ മധുപാത്രം നുകർന്നു ഞാൻ ഈ മടിത്തട്ടിൽ മയങ്ങി വീഴും. ഈ പാത്രം നുകർന്നു ഞാൻ ഈ മടിത്തട്ടിൽ മയങ്ങി വീഴും. അയാളുടെ ഈ ജൽപ്പനങ്ങളൊന്നും കേൾക്കാൻ അവൾ നിന്നില്ല. അയാൾ തുടർന്ന് പറയുന്നു, അല്ലെങ്കിൽ ഏകാകിയായി ഞാൻ അല്ലെങ്കിൽ ഏകാകിയായി ഞാൻ അനന്തമാം അല്ലിൽ പരപ്പീലും കേറും. അവളത് തുടർന്ന് കേൾക്കാൻ നിന്നില്ല. അവളുടെ വണ്ടിയിൽ കയറി അവളിതാ യാത്രയായി കഴിഞ്ഞു. അവളുടെ ഭർത്താവ് അലക്സി കരീനിൻ വീട്ടിലെത്തി. അദ്ദേഹം ഇതുവരെ കിടന്നിട്ടില്ല. സാധാരണ കൃത്യസമയത്ത് ഉറങ്ങുകയും കൃത്യസമയത്ത് ഉണരുകയും ചെയ്യുന്ന ഒരു യന്ത്രം പോലെയാണ്. നിഷ്ഠയോടെ അദ്ദേഹം ജോലി ചെയ്യാറുണ്ട്. എന്നിതാ ആ നിഷ്ഠ തെറ്റിയിരിക്കുന്നു. രാത്രി 12 മണിയായിട്ടും അദ്ദേഹം ഉറങ്ങിയിട്ടില്ല. അദ്ദേഹം അസ്വസ്ഥനായി കിടപ്പുമുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. വാച്ച് നോക്കുന്നു. മണി 12 ഭാര്യ വീട്ടിൽ മടങ്ങിയെത്തിയിട്ടില്ല. അദ്ദേഹം സമാധാനത്തിന് വേണ്ടി വീണ്ടും വായിച്ചു കൊണ്ടിരുന്ന ആ വേദപുസ്തകം കയ്യിലെടുത്തു. വായിച്ച ഭാഗം തന്നെ അദ്ദേഹം ഒരിക്കൽ കൂടി വായിച്ചു. Whosoever shall smite your right cheek, turn to him the other also.
And if the man takes away your coat, let him have thy cloak also. ഒരുവൻ നിന്റെ ഇടത്തെ ചെള്ള കടിച്ചാൽ വലത്തെ ചെള്ള കാണിച്ചു കൊടുക്കുക. ഒരുവൻ നിന്റെ കോട്ട് എടുത്തുകൊണ്ട് പോയാൽ അവന് രണ്ടാം മുണ്ട് കൂടി കൊടുത്തേക്കുക. അദ്ദേഹം ആ വേദപുസ്തകം മടക്കി മേശപ്പുറത്തേക്ക് ഇട്ടു. അന്യപുരുഷനോ തന്നെ മിണ്ടുന്നൊന്നുമെനിക്ക് പരാതിയില്ല. അന്യപുരുഷനോ തന്നെ മിണ്ടുന്നൊന്നുമെനിക്ക് പരാതിയില്ല. എന്നും സമൂഹവുമായി പഴകുന്നവങ്ങനെ മിണ്ടാതിരിക്ക വയ്യ. എന്നും സമൂഹവുമായി പഴകുന്നവങ്ങനെ മിണ്ടാതിരിക്ക വയ്യ. അന്യപുരുഷനോ തന്നെ മിണ്ടുന്നൊന്നുമെനിക്ക് പരാതിയില്ല. അവൾക്ക് അങ്ങനെ സംസാരിക്കേണ്ടി വരും. എന്നെ പ്രതിനിധീകരിച്ച് തന്നെ അവൾ എവിടെയെല്ലാം പോകുന്നു, ആരെല്ലാമായി സംസാരിക്കുന്നു. പലരുമായി, അന്യ ചെറുപ്പക്കാരുമായി, അന്യ പുരുഷന്മാരുമായി അവൾക്ക് സംസാരിക്കേണ്ടി വരും. അതിലൊന്നും ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. കാൺമീല ഞാൻ അപരാധമെന്നാൽ കേൾക്കുന്നു ഞാൻ ഇന്നവരങ്ങൾ. കാൺമീല ഞാൻ അപരാധമെന്നാൽ കേൾക്കുന്നു ഞാൻ ഇന്നവരങ്ങൾ. അന്യപുരുഷനോ തന്നെ മിണ്ടുന്നൊന്നുമെനിക്ക് പരാതിയില്ല. പുറത്ത് അവിടെ വണ്ടി വന്ന ശബ്ദം കേട്ടു. പക്ഷേ അന്നെ അറിയുന്നില്ല. വണ്ടി വന്ന് നിന്നത് അവൾ ഓർക്കുന്നതേയില്ല. പിന്നെ അവൾ അത് തിരിച്ചറിഞ്ഞു. വണ്ടിയിൽ നിന്ന് ഓടിയിറങ്ങി. അദ്ദേഹത്തിൻ്റെ മുറിയിൽ വെളിച്ചം കാണുന്നുണ്ടല്ലോ. അവൾ വാച്ച് നോക്കി. 12 മണി കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ അദ്ദേഹം കിടന്നില്ലേ? സാധാരണ 11 മണിക്ക് ഉറക്കമാകുന്ന ആളാണല്ലോ. അവൾ അങ്ങോട്ട് കയറി ചെന്നു. ഇത് നല്ല ആളാ, ഇതുവരെ ഉറങ്ങിയില്ല. എന്തു പറ്റി? സാധാരണ 11 മണിക്ക് കൃത്യം ഉറങ്ങുന്ന ആളാണല്ലോ. ഇന്ന് എന്തു പറ്റി? അന്നേ, എനിക്കൊരല്പം സംസാരിക്കാനുണ്ട്. എന്താ? എന്നോടാണോ? അതെ. അയ്യോ, രാവിലെ സംസാരിച്ചാൽ പോരെ? എനിക്ക് ഉറക്കം വരുന്നു. അന്നേ, എന്ത് പ്രകൃതമാണ്? നീ തന്നെയാണോ? എന്താ അങ്ങെന്തിനാ ദേഷ്യപ്പെടുന്നത്? ഇന്ന് നീയും വ്രോൺസ്കിയും തമ്മിലുള്ള സംഭാഷണം മറ്റുള്ള സ്ത്രീകളുടെ ദൃഷ്ടിയിൽ സംശയകരമായി തീർന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഓ, അങ്ങത് ശ്രദ്ധിച്ചല്ലേ? ഞാൻ ഇന്ന് കൂടുതൽ ഉന്മേഷവതിയായിരുന്നു. എന്താ, അങ്ങക്ക് അത് ഇഷ്ടമായില്ലേ? അല്ലേ, ഭാര്യയെ സംശയിക്കുന്ന താണതരം പ്രകൃതക്കാരനല്ല ഞാനെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. എന്നാൽ മറ്റുള്ള സ്ത്രീകൾ നിങ്ങളെ ശ്രദ്ധിക്കുകയും അർത്ഥഗർഭമായി എന്നെ നോക്കുകയും ചെയ്യുന്നത്, അതിൽ നിന്ന് ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത്? അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അന്നേ, അന്നേ, അവൾ അകത്തെ മുറിയിലേക്ക് പോകുന്നു. അന്നേ, അവിടെ നിൽക്കാനാണ് പറഞ്ഞത്. അവൾ നിന്നില്ല. അവൾ അകത്തേക്ക് പോയി. അവൾ വേഷം മാറി ഇതാ മടങ്ങി വന്നിരിക്കുന്നു. അപ്പോഴേക്കും അദ്ദേഹം ഇതാ കിടക്കയിൽ വീണ് കിടന്നിരിക്കുന്നു. ഉറക്കമായിട്ടില്ല. അവൾ ശ്രദ്ധിച്ചു. കണ്ണ് തുറന്ന് കിടക്കുന്നു. ചുണ്ടുകൾ രണ്ടും അമർത്തി പിടിച്ചങ്ങനെ കിടക്കുന്നു. കൈ രണ്ടും നെഞ്ചത്ത് പിണച്ചു കെട്ടി ഉറങ്ങാതെ അങ്ങനെ കിടക്കുന്നു. അവൾ ഭയപ്പാടോടുകൂടി ഭർത്താവിനരികിൽ വന്ന് കിടന്നു. ഏത് നിമിഷവും സംഭാഷണം തുടരും എന്നാണ് അവൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അല്പം കഴിഞ്ഞപ്പോൾ അവൾ കേട്ടത് അദ്ദേഹം കൂർക്കം വലിക്കുന്ന ശബ്ദമാണ്. അവൾ ആ കിടക്കമുറിയിലെ വെളിച്ചം കെടുത്തി. ആ മുറിയിലെ പ്രകാശം പൊലിഞ്ഞു. ആ വീടിന്റെ വെളിച്ചം അസ്തമിച്ചു. സഹൃദയരെ, സുഹൃത്തുക്കളെ, കഥയുടെ 2ാം ഭാഗം. ഭാര്യയുടെ മനസ്സിൽ ഒരിളക്കം തട്ടി എന്ന് കരുതി അലക്സി കരീനിൻ എന്ന അംബാസഡർ തുല്യമായ ജോലി വഹിക്കുന്ന ഉദ്യോഗസ്ഥന് എവിടെങ്കിലും അടങ്ങി നിൽക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് തൻ്റെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് വിദേശത്തൊക്കെ സഞ്ചരിക്കണം. ഇപ്പോൾ അദ്ദേഹം വിദേശത്താണ്. നമുക്ക് അന്നയുടെ വീട് വരെ ഒന്ന് പോകാം. അവിടെ അന്നയുടെ കിടപ്പ് മുറിയിൽ നിന്നുയരുന്ന ഒരു സംഭാഷണത്തിന് കാതോർക്കാം. അന്ന പറയുന്നു, വ്രോൺസ്കി, നിങ്ങൾ എന്നെ മറന്നേക്കൂ.
ഒരു ഭാര്യ എന്നുള്ള നിലയിൽ ഞാൻ അപരാധിനിയായി തീർന്നിരിക്കുന്നു. അപരാധിനിയായി ഞാൻ അവമാനവേഷം അണിഞ്ഞുപോയി. അപരാധിനിയായി ഞാൻ ഹൃദയം അവമാനവേഷം അണിഞ്ഞുപോയി. പരിശുദ്ധ ദാമ്പത്യ ദേവതൻ പരിവേഷരശ്മികൾ മാഞ്ഞുപോയി. പരിശുദ്ധ ദാമ്പത്യ ദേവതൻ പരിവേഷരശ്മികൾ മാഞ്ഞുപോയി. അപരാധിനിയായി ഞാൻ ഹൃദയം അവമാനവേഷം അണിഞ്ഞുപോയി. അപരാധിനിയായ എന്നെ നിങ്ങൾ മറന്നേക്കൂ വ്രോൺസ്കി. എന്താ പറഞ്ഞത്? എന്നെ മറക്കാനോ? ഈ ജന്മത്ത് എനിക്കതിന് കഴിയില്ല. അവനിയിൽ നിന്ന് പിരിഞ്ഞിരിക്കാൻ അരമാത്ര പോലും എനിക്കു മേലാം. അവനിയിൽ നിന്ന് പിരിഞ്ഞിരിക്കാൻ അരമാത്ര പോലും എനിക്കു മേലാം. പരമാനന്ദത്തിൻ്റെ പാൽപ്പുഴയിൽ പരിചിൽ നാം നീന്തി ഭൂമിയിലെ പരമാനന്ദത്തിൻ്റെ പാൽപ്പുഴയിൽ പരിചിൽ നാം നീന്തി ഭൂമിയിലെ. വ്രോൺസ്കി, ശരിയാണ്, നമ്മൾ പരമാനന്ദത്തിൽ ആറാടുകയാണ്. എങ്കിലും ഒന്നോർക്കൂ, ഞാൻ എത്ര അപരാധിനിയായി തീർന്നിരിക്കുന്നു. അപരാധിനിയായി ഞാൻ ഹൃദയം അവമാനവേഷം അണിഞ്ഞുപോയി. അകലാൻ ശ്രമിക്കും തോറും അടുക്കുന്നതാണ് സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ സ്വഭാവം. ഈ കാമുകനും കാമുകയും ഇങ്ങനെ സ്ഥിരമായി സംഗമിക്കാറുണ്ട്. ഇപ്പോൾ അലക്സി കരീനിൻ വിദേശത്തായിരുന്നു, എന്നാൽ അദ്ദേഹം മടങ്ങി വന്നിരിക്കുന്നു. അതുകൊണ്ട് അന്നയും വ്രോൺസ്കിയും തമ്മിൽ അങ്ങനെ കാണുന്നില്ല. ഒരു ദിവസം പത്രമെടുത്ത് നിവർത്തി വായിച്ചപ്പോൾ വ്രോൺസ്കി ഒരു സന്തോഷ വാർത്ത വായിച്ചു. അലക്സി കരീനിൻ വീണ്ടും വിദേശത്തേക്ക് പോകുന്നു. അയാൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. അയാൾ ഉടുത്തൊരുങ്ങി അങ്ങ് അന്നയുടെ വീട്ടിലെത്തി. അവിടെ താഴത്തെ നിലയിൽ അവളെ കണ്ടില്ല. അയാൾ സ്റ്റെപ്പ് കയറി ആ ടെറസിലെത്തി. ടെറസിൽ പൂച്ചെടികൾക്കിടയിൽ അതായിരിക്കുന്നു അന്ന. സർവം മറന്നിരിക്കുകയാണ്, എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾ പിന്നിൽ ചെന്ന് നിന്ന് വിളിച്ചു, അന്നേ അന്നേ. അവൾ വിളി കേൾക്കുന്നില്ല. അന്നേ, അനങ്ങുന്നില്ല. അയാൾ മെല്ലെ ചെന്ന് ചുമലിൽ തൊട്ടു. അന്നേ. അവൾ ഞെട്ടിപ്പടഞ്ഞ് എഴുന്നേറ്റു. വ്രോൺസ്കി, നിങ്ങൾ വന്നോ? നിങ്ങളെ ഞാൻ ഇപ്പോൾ തീരെ പ്രതീക്ഷിച്ചില്ല. ഞാൻ എൻ്റെ മകനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. മകനെ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ അയാൾ പെട്ടെന്ന് ഓർത്തു, 8 വയസ്സേ ഉള്ളൂ അന്നയുടെ മകന്. പക്ഷെ അവൻ്റെ നോട്ടത്തിന് മുന്നിൽ താൻ ചൂളിപ്പോയിട്ടുണ്ട്. താനും അന്നയും തമ്മിൽ അവൻ അനുകൂലമല്ലാത്ത ചില വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ രൂക്ഷമായി നോക്കുന്നത് വ്രോൺസ്കി കണ്ടിട്ടുണ്ട്. അങ്ങനെ ചൂളിപ്പോയിട്ടുണ്ട്. ആ അനുഭവം പെട്ടെന്ന് അയാളുടെ മനസ്സിൽ അങ്ങനെ തികട്ടി വന്നു. എങ്കിൽ മകൻ വരുന്നെങ്കിൽ ഞാൻ ഉടനെ പോയേക്കാം. വേണ്ട, വ്രോൺസ്കി പോകാൻ പറഞ്ഞതല്ല. നിങ്ങൾ നിൽക്കൂ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ എന്നെ നീ ഇത്ര ഗഹനമായി ആലോചിച്ചുകൊണ്ടിരുന്നത് എന്താണ്? നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചു, നീ വിളി കേട്ടില്ലല്ലോ. അത് ഞാൻ പറയാം, പറയൂ. വ്രോൺസ്കി, അവളുടെ കണ്ണ് നിറഞ്ഞു, അവളുടെ ചുണ്ട് വിറച്ചു, അവളുടെ മുഖം തുടുത്തു വന്നു. വ്രോൺസ്കി, ഞാൻ 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 ഗർഭിണിയാണ്. അത് കേട്ടതും വ്രോൺസ്കി ഞെട്ടി പിന്നോട്ട് ചലിച്ചതും ഒരുമിച്ച് കഴിഞ്ഞു. അന്നേ, ഇനി നമുക്ക് ഇങ്ങനെ ഈ ബന്ധം തുടർന്നുകൂടാ. എന്താ പറയുന്നത്? അല്ല, നീ നിന്റെ ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് എൻ്റെ കൂടെ പോരെ, നമുക്ക് എവിടെങ്കിലും പോയി ജീവിക്കാം. എനിക്ക് മകനെ ഉപേക്ഷിക്കാൻ കഴിയില്ല. ഞാൻ മകനെ ഉപേക്ഷിക്കില്ല. എൻ്റെ മകനെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, അവനെ കൂടെ കൊണ്ടുപോരെ. നീയും നിന്റെ മകനും പിന്നെ ഭർത്താവും കുറേ നാട്ടുകാരും നിന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കില്ല. നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. എനിക്ക് വിഷമം സഹിക്കാൻ കഴിയുന്നില്ല. അവൾക്ക് വേണ്ടി അയാളിങ്ങനെ പ്രേമപൂർവ്വം സ്നേഹപൂർവ്വം വികാരവായ്പോടെ സംസാരിച്ചപ്പോൾ അവൾക്ക്
പെട്ടെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രസന്ന ഭാവം പുറത്തേക്ക് വന്നു. അവളുടെ മുഖം പ്രസന്നമായി. അവൾ മെല്ലെ അവളുടെ കരതലങ്ങൾ ഉയർത്തി താമരത്തണ്ട് പോലുള്ള കൈവിരലുകൾ കൊണ്ട് അയാളുടെ തുടുത്തു സുന്ദരമായ ആ കവിൾത്തടത്തിൽ അവൾ മെല്ലെ തലോടുക മാത്രമല്ല, ആ മുഖം തൻ്റെ മുഖത്തേക്ക് അവൾ അടുപ്പിച്ചു. ആ മുഖങ്ങൾ അങ്ങനെ ചേർന്ന് വന്നു എന്നായപ്പോൾ, അമ്മേ, അന്നയുടെ മകൻ ഇതാ വന്നിരിക്കുന്നു. രണ്ടുപേരും ഞെട്ടി പിന്നോട്ട് മാറി. വ്രോൺസ്കി മറ്റൊരു വഴിക്ക് കടന്നു കളഞ്ഞു. സഹൃദയരെ, സുഹൃത്തുക്കളെ, ഇങ്ങനെ രണ്ടുപേരും പലരെയും ഭയന്നാണ് ജീവിക്കുന്നത്. അവിടെ ഒരു സ്ഥലത്ത് ഒരു കുതിരപ്പന്തയം നടക്കുകയാണ്. റഷ്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മത്സര ഇനമാണ് കുതിരപ്പന്തയം. അതിനൊരു പ്രത്യേക സ്റ്റേഡിയം തന്നെ ഉണ്ട്. അങ്ങനെ കുതിരപ്പന്തയക്കാർ പ്രസിദ്ധരായിട്ടുള്ള ആളുകളുണ്ട്. അതിൽ വളരെ പ്രശസ്തനാണ് വ്രോൺസ്കി എന്ന കുതിരപ്പന്തയക്കാരൻ. അയാളുടെ മത്സരമുണ്ടെന്നറിഞ്ഞാൽ ആ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞത് തന്നെ. അവിടെ ആ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു, അയാളുടെ ആരാധകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവിടെ 10 മത്സരാർത്ഥികൾ ഒരുമിച്ച് നിൽക്കുന്നു. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 10 മത്സരാർത്ഥികൾ കുതിരപ്പുറത്ത് അങ്ങനെ നിൽക്കുന്നു. അതിലൊന്ന് വ്രോൺസ്കിയാണ്. ആ വിസിൽ മുഴങ്ങി ആ കുതിരകൾ ഇതാ മുമ്പോട്ട് കുതിക്കുന്നു. കുതിരകൾ പ്രതിബന്ധങ്ങളെ മെതിച്ചു മുന്നേറും നേരം, കുതിരകൾ പ്രതിബന്ധങ്ങളെ മെതിച്ചു മുന്നേറും നേരം, ഉദിത കുതൂഹലമുയർന്നു മാറി ഉറുമാലുകൾ വലവർണ്ണത്തിൽ, ഉദിത കുതൂഹലമുയർന്നു മാറി ഉറുമാലുകൾ വലവർണ്ണത്തിൽ. അയാളുടെ ആരാധകർ അങ്ങനെ ആവേശം കൊള്ളുകയാണ്. അയാൾ മുന്നേ ഓടുന്നു, 1ാം സ്ഥാനത്തോടുന്നു. വ്രോൺസ്കി കുതിരപ്പുറത്ത് നിന്ന് തെറിച്ച് ദൂരെ വീണുപോയി. ആരാധകരെല്ലാം നൈരാശ്യത്തോടെ അങ്ങോട്ട് ഓടിക്കൊടുന്നു. അവിടെ ആ മത്സരം കണ്ടുകൊണ്ടിരുന്ന ഒരു ഭാര്യയും ഭർത്താവും. അതിലെ ഭാര്യ അയാളുടെ ആ വീഴ്ച കണ്ട് സ്വയം മറന്ന്, പരിസരം മറന്ന് ഒരു നിലവിളി, എൻ്റെ പൊന്നേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടൊരു ഓട്ടം. പരിസരം നോക്കാതെ, ഭർത്താവ് അടുത്തിരിക്കുന്നത് നോക്കാതെ അവിടെ ചെന്ന് അന്വേഷിക്കുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയോ, വ്രോൺസ്കിക്ക് എന്തെങ്കിലും പറ്റിയോ? ഉത്കണ്ഠയോടെ തിരക്കുന്നു. ഒരാൾ പറഞ്ഞു കൊടുത്തു, ആ വീഴ്ച കണ്ടില്ലേ, വല്ലാത്ത വീഴ്ചയാണ്, കാലൊടിഞ്ഞെന്നാണ് തോന്നുന്നത്. അയ്യോ, വ്രോൺസ്കിയുടെ കാലൊടിഞ്ഞു. ആ സ്ത്രീ, സ്വയം മറന്നോടിയ ആ സ്ത്രീ അന്നയായിരുന്നു. അന്നയും അലക്സി കരീനും ആ മത്സരം കാണാൻ വന്നിരുന്നു. പരിസരം മറന്ന് അന്ന എഴുന്നേറ്റ് ഓടി. അയാൾ ഭീഷണനായി അന്നയുടെ പിന്നാലെ ചെന്നു ഭർത്താവ്. അവളിങ്ങനെ അന്വേഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ചെന്ന് തുളത്ത് തട്ടി, അന്നേ വരൂ, വീട്ടിലേക്ക് പോവാം, വരൂ. അയാൾ കൈക്ക് പിടിച്ച് അവളെ കുതിരവണ്ടിയിൽ കൊണ്ടുവന്ന് കയറ്റി. ആ കുതിരവണ്ടി മുമ്പോട്ട് കുതിക്കുന്നു. രണ്ടുപേരും മുട്ടിയുരുമിരുന്ന് സഞ്ചരിക്കുകയാണ്. പക്ഷേ സംസാരിക്കുന്നില്ല. രണ്ടുപേരുടെയും മുഖഭാവം കണ്ടിട്ട് മനസ്സുകൊണ്ട് അവർ 2 ധ്രുവങ്ങളിലാണ് എന്ന് തോന്നലാണ്. ഒരക്ഷരം ഉരിയാടുന്നില്ല അലക്സി കരീന്. കുറച്ച് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ വണ്ടിയെ വളവെടുത്തപ്പോൾ അദ്ദേഹം സംസാരിച്ചു തുടങ്ങി, അന്നേ, ഇന്ന് നിന്റെ പെരുമാറ്റം വളരെ അനുചിതമായി പോയി. ഒരു മത്സരാർത്ഥിയുടെ പക്ഷം പിടിക്കുക അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പക്ഷം ചേരുക എന്നത് ഒരു മത്സരം കാണുമ്പോൾ സ്വാഭാവികമായി ആരും ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ഇന്ന് ആ ചെറുപ്പക്കാരൻ്റെ പതനത്തിൽ നിനക്കുണ്ടായ നൈരാശ്യം നിനക്ക് മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല. നിൻ്റെ ഒരു ഓട്ടം, നിൻ്റെ ഒരു നിലവിളി, പരിസരം മറന്നുള്ള നിൻ്റെ ഒരു വെപ്രാളം, ഹോ, ഞാൻ എങ്ങനെ സഹിച്ചു അത്? ആളുകൾ എന്തെല്ലാം പറയുന്നു, ഞാനെന്തെല്ലാം കേൾക്കുന്നു. അന്നെ ഒന്നും മിണ്ടുന്നില്ല. എന്താ അന്നെ നീ ഒന്നും മിണ്ടാത്തത്? അന്നെ, ഞാനീ പറയുന്നത് ഒരു ഭർത്താവിൻ്റെ തെറ്റിദ്ധാരണ കൊണ്ടാണെന്നുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്ക്. ഇല്ല, അങ്ങനോട് ക്ഷമ ചോദിക്കൊന്നും വേണ്ട. അങ്ങൊന്നും തെറ്റായി പറഞ്ഞിട്ടില്ല. എന്താ, അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാണ്. എനിക്ക് ആ ചെറുപ്പക്കാരൻ്റെ പതനത്തിൽ അങ്ങേയറ്റത്തെ ദുഃഖമുണ്ട്. ഞാൻ ആ ചെറുപ്പക്കാരനെ സ്നേഹിക്കുന്നു. ഞാൻ വ്രോൺസ്കിയെ സ്നേഹിക്കുന്നു. നിങ്ങൾ എൻ്റെ ഭർത്താവാണെങ്കിലും നിങ്ങളെ ഞാൻ വെറുക്കുന്നു. കാരണം നിങ്ങളൊരു ഭർത്താവാണോ? നിങ്ങൾ വെറുമൊരു ഉദ്യോഗസ്ഥ യന്ത്രം മാത്രം.
ഫയലുകൾക്കിടയിൽ വിദേശത്ത് അങ്ങനെ കുരുങ്ങിക്കിടക്കുന്ന വേറൊരു ഉദ്യോഗസ്ഥ യന്ത്രം. നിങ്ങളെ ഞാൻ വെറുക്കുന്നു, ഞാൻ വ്രോൺസ്കിയെ സ്നേഹിക്കുന്നു. അവളിങ്ങനെ അന്തർഗതം വികാരവായ്പോടെ പുറത്തേക്ക് വിട്ടപ്പോൾ അവൾ കുഴഞ്ഞുപോയി. ആ വികാരമൂർച്ചയിൽ അവൾ മെല്ലെ കുഴഞ്ഞ് അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് തന്നെ വീണു. അദ്ദേഹം താങ്ങി പിടിച്ച് നേരെ ഇരുത്തി. ആ വണ്ടി കുതിച്ചു പായുന്നു. അദ്ദേഹം അക്ഷോഭ്യനായിരിക്കുന്നു. കാറ്റിൽപ്പെടാ ദീപം എന്ന പോലെ അദ്ദേഹം ഇരിക്കുന്നു. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു സാധാരണ ഭർത്താവാണെങ്കിൽ എങ്ങനെയായിരിക്കും പെരുമാറുക? നമ്മളാരെങ്കിലും ആണെങ്കിൽ ഈ തരത്തിലാണോ? ഈ നിസ്സംഗഭാവം ആരെങ്കിലും കാട്ടുമോ? നിങ്ങളോ ഞാനോ കാട്ടുമോ? കുറഞ്ഞ പക്ഷം എനിക്ക് ഉറപ്പായി പറയാം, ഞാനങ്ങനെ സഹിച്ചിരിക്കില്ല. കാരണം ഞാനൊരു സാധാരണ മനുഷ്യൻ. ഞാൻ പറയും, വണ്ടിക്കാരനോട് പറയും, വണ്ടി നിർത്തറ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഭാര്യയെ വലിച്ച് താഴെയിടും. ആ പറഞ്ഞതിന് എല്ലാം എൻ്റെ കരുത്തനുസരിച്ച് ഞാനൊന്ന് പെരുമാറും. എന്തെങ്കിലുമൊക്കെ നടക്കും. നമ്മളൊക്കെ സാധാരണ മനുഷ്യർ. പക്ഷേ ഇദ്ദേഹം അക്ഷോഭ്യനായിരിക്കുന്നു. വികാര ഹേതോ സതി വിക്രിയന്തേ ഏഷം ചേതാംസി സയേവ ധീര. വികാരവിക്ഷുബ്ധമാവേണ്ട സന്ദർഭങ്ങളിലൊക്കെ ഇളകാത്ത മനസ്സുമായി ആരിയ്ക്കുന്നുവോ അവരാണ് ധീരർ. അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു പലതും. ആ വണ്ടി, കുതിരവണ്ടി വീട്ടുപടിക്കൽ ചെന്ന് നിന്നു. അദ്ദേഹം ഇറങ്ങി ഭാര്യയ്ക്ക് കൈ കൊടുത്ത് പിടിച്ചിറക്കി. അവൾ പരീക്ഷീണയാണെന്നുള്ളത് അയാൾക്കറിയാം. അവളെ അകത്തേക്ക് കൊണ്ടുവന്ന് വിട്ടിട്ട് ഇതാ അദ്ദേഹം ആ കുതിരവണ്ടിയിലേറി ഓഫീസിലേക്ക് പോകുന്നു. അദ്ദേഹത്തിനൊന്നും മനസ്സില്ലേ? അദ്ദേഹത്തിൻ്റെ മനസ്സ് മൃദുലമല്ലേ? അദ്ദേഹത്തിൻ്റെ മനസ്സ് കല്ലാണോ, ഇരുമ്പാണോ? അദ്ദേഹത്തിൻ്റെ മനസ്സ് കല്ലല്ല, ഇരുമ്പല്ല. ഹൃദയവാനായ ഒരു വലിയ മനുഷ്യനാണ് അലക്സി കരീനിൻ. ദാമ്പത്യ ബന്ധം വേടിയാം വേടിയുകിൽ ഞാൻ പരിഹാസ ശരവ്യനായി തീരണം. ദാമ്പത്യ ബന്ധം വേടിയാം വേടിയുകിൽ ഞാൻ പരിഹാസ ശരവ്യമായി തീരണം. അങ്ങനെ ഞാൻ ബന്ധമൊഴിഞ്ഞാൽ ആളുകൾ എന്നെ പഴിക്കും. വേറിട്ടകന്നു കഴിയാമെന്നതിൽ ഞാൻ നേരിട്ടവന്നു കൊടുക്കയാണെന്നെ. വേറിട്ടകന്നു കഴിയാമെന്നതിൽ ഞാൻ നേരിട്ടവന്നു കൊടുക്കയാണെന്നെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആ കിടക്കയിൽ വെച്ച് അവരുടെ വേഴ്ച നടക്കുമ്പോൾ ആ കിടക്കയിൽ വെച്ച് രണ്ടുപേരെയും ഒരു കൈത്തോക്ക് സ്വന്തമാക്കി രണ്ടിനെയും ചുട്ടുപൊടിക്കുക. അതൊരു സാഹസമാണ്. ഞാൻ സാഹസികനല്ല. നേരെ മറിച്ച് അയാൾ എൻ്റെ പ്രതിയോഗിയായി തീരാൻ പോകുന്നയാൾ സാഹസികനാണ്. അവൻ പട്ടാളക്കാരനാണ്, അവൻ ചെറുപ്പക്കാരനാണ്. അവനൊരു പക്ഷേ എന്നെ കീഴ്പ്പെടുത്തിയെന്ന് വരും. പിന്നെ ഞാനെന്ത് ചെയ്യും? അദ്ദേഹം ഇങ്ങനെ പലതും ആലോചിച്ച് അദ്ദേഹം ഓഫീസിലെത്തി. അദ്ദേഹം ഒടുവിൽ തീരുമാനിച്ചു. ആ തീരുമാനമനുസരിച്ച് അദ്ദേഹം എഴുതുന്നു, പ്രിയപ്പെട്ട അന്നെ, നാം തമ്മിലുള്ള വിവാഹബന്ധം വിശുദ്ധമാണ്. നിൻ്റെ സ്വഭാവം എന്തു തന്നെയായാലും, എത്ര മോശമായാലും ആ ബന്ധം വിച്ഛേദിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കത്ത് കിട്ടിയാൽ ഉടൻ തന്നെ നീ എൻ്റെ ഓഫീസിലേക്ക് വരിക, അലക്സി. ആ കത്ത് അന്നയ്ക്ക് കിട്ടി. അവളത് വായിച്ചു. ഓ, ഇരട്ട ജീവിതത്തിനുള്ള ക്ഷണം. ഞാൻ 2 വേഷത്തിൽ അങ്ങനെ ജീവിക്കണം. അലക്സി കരീനിൻ്റെ ഭാര്യ, പിന്നെ വോളൻസ്കിയുടെ കാമുകി. ഇല്ല, 2 വേഷം എനിക്ക് പറ്റില്ല. ഏതെങ്കിലും ഒന്നുകിൽ അലക്സിയുടെ ഭാര്യ, വിശ്വസ്തയായ ഭാര്യ, അല്ലെങ്കിൽ വ്രോൺസ്കിയുടെ കാമുകി. അവൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. വ്രോൺസ്കിയെ കാണാൻ തീരുമാനിച്ചു. വ്രോൺസ്കിയെ ഒന്ന് കാണേണ്ട ആവശ്യം കൂടിയുണ്ടല്ലോ. അയാൾക്ക് അപകടം പറ്റിയതിന് ശേഷം പിന്നെ അവൾക്ക് പോകാൻ അവസരമുണ്ടായില്ല. അവൾ വ്രോൺസ്കിയെ തേടി അയാളുടെ വീട്ടിൽ ചെന്നപ്പോൾ അയാൾ മെല്ലെ വേച്ച് നടന്നു തുടങ്ങുന്നു. അല്ല, വലിയ കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ, എനിക്ക് കാര്യമായ കുഴപ്പമൊന്നുമില്ല, സുഖമായി വരുന്നു. അല്ല, ആളുകളൊക്കെ പറഞ്ഞു കാലൊടിഞ്ഞെന്ന്. ആളുകൾക്ക് എന്താ പറയാൻ കഴിയാത്തത്? ആ പിന്നെ ഒരു കാര്യം കേൾക്കണോ? ഞാൻ എല്ലാം വെട്ടിത്തുറന്ന് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. ഓഹോ, എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു, എനിക്ക് വ്രോൺസ്കിയെ ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ ഭർത്താവിനോട് അശേഷം ഇഷ്ടമില്ല. ഞാൻ നിങ്ങളെ വെറുക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അദ്ദേഹം എന്തു പറഞ്ഞു? ഇതാ ഒരു കത്ത് അദ്ദേഹം കൊടുത്തു വിട്ടിരിക്കുന്നു, വായിച്ചു നോക്ക്. വ്രോൺസ്കി ആ കത്ത് വാങ്ങി, അലക്സിയുടെ കത്ത് വാങ്ങി കണ്ണോടിച്ച് വായിച്ചു. ആ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഓഫീസിലേക്ക് ചെല്ലാനല്ലേ? നീ ചെല്ലണം. അയ്യോ വേണ്ട, എന്നെ പറഞ്ഞ് തോൽപ്പിക്കാനാണ്. അദ്ദേഹം അപാര ബുദ്ധിമാനാണ്. അദ്ദേഹത്തോട് പറഞ്ഞു നിൽക്കാൻ എനിക്ക് കഴിയില്ല, ഞാൻ പോവില്ല. അദ്ദേഹം എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. അതൊന്നും സാരമില്ല, അദ്ദേഹം നിൻ്റെ ഭർത്താവല്ലേ,
സംസാരിക്കണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ചെല്ല്, അദ്ദേഹത്തിന് പറയാനുള്ളത് നീ കേൾക്കണം. നിനക്ക് പോകാൻ അധൈര്യമുണ്ടോ? ഞാൻ പിന്നാലെ വന്നോളാം, നീ നടന്നോളൂ. അങ്ങനെ അന്ന വ്രോൺസ്കി ഉത്സാഹിപ്പിച്ചത് കൊണ്ട് അങ്ങോട്ട് പോയി. അവിടെ ചെന്നു. ഓഫീസിലെത്തിയപ്പോൾ അലക്സി കരീൻ അകത്തുണ്ട്. അദ്ദേഹം ഓഫീസ് കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുന്നു. വളരെ ദത്തശ്രദ്ധനായി ജോലി ചെയ്യുന്നു എന്ന മട്ടിൽ അവളെ ബോധപൂർവം ശ്രദ്ധിക്കാതിരിക്കുകയാണ്. അവൾ അവിടെ നിൽക്കട്ടെ എന്ന മട്ടിൽ അദ്ദേഹം തൻ്റെ ജോലികളിൽ വ്യാപൃതനായി നിന്നു. കുറേ നേരം അവൾ അങ്ങനെ ക്ഷമിച്ചു നിന്നു. പിന്നെ അവളുടെ ഭാര്യ എന്ന സ്വാതന്ത്ര്യപ്പെടുത്ത അകത്തേക്ക് അങ്ങ് കയറി ചെന്നു. ആ അന്ന, നീ വന്നോ? വന്നിട്ട് കുറേ നേരമായി, ഞാൻ ശ്രദ്ധിച്ചില്ല, ഇവിടെ തിരക്കിലായിപ്പോയി. അല്ല, ഒറ്റയ്ക്ക് വന്നോളൂ. മോനെവിടെ? അവരെങ്ങനുണ്ട്? അന്നേ, ചോദിച്ചു കേട്ടില്ലേ? എന്താ നീ ഒന്നും മിണ്ടാത്തത്? ചോദിച്ചു കേട്ടില്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്കൊന്നും മിണ്ടാനില്ല. എന്താ? എനിക്കൊന്നും മിണ്ടാനില്ല. ഇന്നലെ മിണ്ടിയതിനപ്പുറം എനിക്ക് യാതൊന്നും മിണ്ടാനില്ല. അന്നേ, നിന്റെ മനസാക്ഷിയില്ലായ്മ നിനക്ക് വിളിച്ചു പോവാൻ ഒരു മടിയുമില്ലല്ലേ? ദേ, ഞാൻ നിന്നോട് സംസാരിക്കാൻ ആണിങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണോ നിന്റെ ഒരു നിലപാടിതാണോ? അല്ല, എന്ത് വേണമെന്ന് അങ്ങ് പറ. എന്താണെന്ന് അങ്ങ് പറ, ഞാൻ അതുപോലെ ചെയ്യാം. നീ കൂടുതലൊന്നും വേണ്ട. മേലാൽ നീ ആ ചെറുപ്പക്കാരനെ കണ്ടുപോകരുത്. അവൻ്റെ നിഴൽ വെട്ടം പോലും നമ്മുടെ മുറ്റത്തുണ്ടാവരുത്. അങ്ങനെയാണെങ്കിൽ നിനക്ക് എൻ്റെ ഭാര്യയായി തുടരാം. പോയിക്കോളൂ, നമുക്ക് രാത്രി സംസാരിക്കാം. അദ്ദേഹം ഓഫീസ് വിട്ട് പോയി. വന്നില്ല പിന്നയാൾ കാമുകനെങ്കിലും എന്നും തുടർന്നു സമാഗമവേളകൾ. വന്നില്ല പിന്നയാൾ കാമുകനെങ്കിലും എന്നും തുടർന്നു സമാഗമവേളകൾ. അന്നയും വ്രോൺസ്കിയും എവിടൊക്കെയോ വെച്ച് രഹസ്യമായി സംഗമിക്കുന്നുണ്ട്. ഒരു ദിവസം വ്രോൺസ്കിക്ക് അന്നയുടെ ഒരു കത്ത് കിട്ടി. പ്രിയപ്പെട്ട വ്രോൺസ്കി, എനിക്ക് കാണാൻ കൊതിയാകുന്നു. ഇന്ന് വൈകിട്ട് വീട്ടിലേക്ക് വരുമോ? എൻ്റെ ഭർത്താവ് 5 മണിക്ക് കൗൺസിൽ മീറ്റിങ്ങിന് പോകും. വരാൻ ഒരുപാട് വൈകും. അത് കേട്ടത് അത്യാഘാതത്തോടെ അയാൾ പോകാനങ്ങൊരുങ്ങി. നല്ല വേഷമൊക്കെ അണിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടു. പക്ഷേ ഒന്ന് ശങ്കിച്ചു നിന്നു. അദ്ദേഹത്തിൻ്റെ വിലക്ക്, അവിടെ കയറാൻ പാടില്ല എന്ന വിലക്ക് ശക്തമായി നിലനിൽക്കുമ്പോൾ ഇങ്ങനൊരു കത്ത് സംശയാസ്പദമല്ലേ? എങ്ങനെ ധൈര്യമായി ചെന്ന് കയറാൻ കഴിയും? അയാൾ എന്തോ ആലോചിച്ചിട്ട് തിരിച്ച് മുറിയിലേക്ക് വന്നു. അയാളുടെ മേശ തുറന്നു, ഒരു കൈത്തോക്കെടുത്തു. പട്ടാളക്കാരനല്ലേ, അയാളത് കോട്ടിൻ്റെ പോക്കറ്റിൽ തിരികെ ഇരിക്കട്ടെ. ആവശ്യമെന്നുണ്ടെങ്കിൽ ഇത് വേണ്ടി വരികയാണെങ്കിൽ മാത്രം അയാൾ അന്നയുടെ വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോൾ ആ പരിസരം കണ്ടപ്പോൾ അയാൾക്ക് വലിയ സന്തോഷം. അലക്സിയുള്ള യാതൊരു ലക്ഷണമില്ല. അയാൾ കൗൺസിൽ മീറ്റിങ്ങിന് പോയിരിക്കുകയാണല്ലോ. അയാൾ മെല്ലെ അകത്തേക്ക് ചെന്നു. വളരെ സ്വാതന്ത്ര്യത്തോടെ ആ മുറിക്കുള്ളിലേക്ക് കാലെടുത്ത് വെച്ചതും അലക്സി അകത്ത് നിന്ന് പുറത്തേക്ക് വന്നതും അവർ തമ്മിൽ കൂട്ടിമുട്ടിയില്ല എന്നേ ഉള്ളൂ. വ്രോൺസ്കി പിന്നോട്ട് മാറി എന്തിനും തയ്യാറായി നിന്നു. പക്ഷെ ഒരു നിമിഷം അയാൾ ഒരു വീണ്ടും വിചാരം നടത്തി. അന്യൻ്റെ വീടാണ്, ഞാൻ എൻ്റെ മാന്യത പാലിക്കണം. അതുകൊണ്ട് വ്രോൺസ്കി തൻ്റെ തലയിലിരുന്ന തൊപ്പിയെടുത്തിട്ട് ആദരഭാവത്തിൽ ശിരസ്സൊന്ന് ചരിച്ചു കാണിച്ചു, അഭിവാദ്യം ചെയ്തു. വളരെ സൗമ്യമായി, വളരെ മര്യാദയായി ആ മനുഷ്യനും അലക്സി കരീനും ശിരസ് നമിച്ചു, പ്രത്യഭിവാദ്യം ചെയ്തു. അദ്ദേഹം ഇറങ്ങി പോവുകയും ചെയ്തു. വ്രോൺസ്കി അന്താളിച്ച് നിൽക്കുകയാണ്. ഇതെന്ത് മനുഷ്യൻ! അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ മറുപടി പറയാമായിരുന്നു. എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഞാൻ അലക്സിയുടെ കഥ കഴിക്കുമായിരുന്നു. ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അകത്ത് നിന്ന് തന്നെ വന്നു. അല്ല, ഇവിടെ നിൽക്കുകയാണോ? എന്താ അകത്തോട്ട് വരാഞ്ഞത്, വിളിക്കാഞ്ഞത്? എണ്ണി കഴിഞ്ഞു ഞാൻ മാത്രകൾ, എത്ര നേരമായി കാത്തിരിക്കുന്നു. എണ്ണി കഴിഞ്ഞു ഞാൻ മാത്രകൾ, എത്ര നേരമായി കാത്തിരിക്കുന്നു ഞാൻ. എന്തുതാകുമെന്നോതുമോ എന്നെ വിധം വേദനിപ്പിക്കുവിൻ. എന്തു ലാഭമുണ്ടാകുമെന്നോതുമോ എന്നെ വിധം വേദനിപ്പിക്കുവിൻ.
നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുന്നു. നീയല്ലേ പറഞ്ഞത് നിന്റെ ഭർത്താവ് കൗൺസിൽ മീറ്റിങ്ങിന് പോകുന്നു? എന്താ? അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് ഈ മനുഷ്യനെ മനസ്സിലാകുന്നില്ല. എന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മറുപടി പറയുമായിരുന്നു. എന്നെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്യമിച്ചിരുന്നെങ്കിൽ ഞാനും തിരിച്ചെന്തെങ്കിലും ചെയ്യുമായിരുന്നു. എനിക്ക് ഈ മനുഷ്യനെ മനസ്സിലാകുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതെന്താണ്? ശരിയാണ്, വ്രോൺസ്കി പറഞ്ഞത് ശരിയാണ്. അദ്ദേഹത്തെ എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നെ പോലെ ഒരു ഭാര്യയെ, പാപിനിയായ ഒരു ഭാര്യയെ ഞാൻ കടിച്ചു കീറി കൊല്ലുമായിരുന്നു. അലക്സി കൗൺസിൽ മീറ്റിംഗ് കഴിഞ്ഞ് നേരെ ഒരു നാടകശാലയിലേക്ക് പോയി. അവിടെ ഇരുന്ന് നാടകം കാണാൻ ശ്രമിക്കുകയാണ്. അവിടെ നടക്കുന്ന നാടകമല്ല അയാളുടെ മനസ്സിൽ. ആ നാടകം ഒന്നും അയാൾ കാണുന്നില്ല. വീട്ടിലെ നാടകം അയാൾ മനസ്സിൽ കാണുകയാണ്. 4-5 രംഗം കഴിഞ്ഞെഴുന്നേറ്റയാൾ നാടകശാല വെടിഞ്ഞു നടന്നുപോയി. 4-5 രംഗം കഴിഞ്ഞെഴുന്നേറ്റയാൾ നാടകശാല വെടിഞ്ഞു നടന്നുപോയി. അലക്സി വീട്ടിലെത്തി. അദ്ദേഹത്തിന് സമാധാനമായി. ഉമ്മറത്തെ കാഴ്ച കണ്ടപ്പോൾ അവിടെ കോട്ടിടുന്ന ആ സ്റ്റാൻഡിൽ പട്ടാളക്കാരൻ്റെ കോട്ടില്ല. വ്രോൺസ്കി പോയിരിക്കുന്നു. അന്നെ ഉറക്കമാണെന്ന് തോന്നുന്നു. വാതിലടച്ചിരിക്കുന്നു. അദ്ദേഹം ആദ്യം വിളിക്കാനൊന്ന് ഉദ്യമിച്ചു, പിന്നെ അതിൽ നിന്ന് പിന്മാറി. അദ്ദേഹത്തിൻ്റെ മനസ്സ് അങ്ങനെ കലങ്ങി മറിയുകയാണ്. തിരകൾ ആർത്തിരമ്പി തമ്മിലടിക്കുന്ന ഒരു പ്രക്ഷുബ്ധ സാഗരമായി അദ്ദേഹത്തിൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്. അദ്ദേഹം കൈ പിന്നിൽ പിണച്ചു കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. കുറേയേറെ നേരം നടന്നു, മണിക്കൂറുകളോളം നടന്നു. അപ്പോഴേക്കും മനസ്സിൻ്റെ ആ പിരിമുറുക്കം ഒന്ന് അയഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ശാന്തമാണ്. ഓളങ്ങളെല്ലാം അടങ്ങി ശാന്തമായ സമുദ്രം. നേരം ഇതാ പരപര വെളുത്തു തുടങ്ങുന്നു. അദ്ദേഹം മെല്ലെ വാതിലിൽ മുട്ടി. അന്നേ ഉറക്കച്ചടവോടെ അന്നെ ഇറങ്ങി വന്നു. അല്ല, എപ്പോൾ വന്നു? വന്നിട്ട് ഒരുപാട് നേരമായോ? എന്താ വിളിക്കാഞ്ഞത്? അന്നേ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ആ ചെറുപ്പക്കാരൻ ഇവിടെ വന്നു പോകരുത്. അയാൾ വന്നത് എനിക്ക് അദ്ദേഹത്തോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതാ. വേണ്ട, നിന്റെ വിശദീകരണമൊന്നും വേണ്ട. ഒരുവൻ അവൻ്റെ കാമുകിയുടെ വീട്ടിൽ എന്തിനു വന്നു, എവിടെ ഇരുന്നു, എവിടെ കിടന്നു എന്നൊന്നും എനിക്കറിയണ്ട. നീ വിശദീകരിക്കണ്ട. നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ ഈ വീട് വിട്ടു പോവുകയാണ്. എന്നേക്കുമായി ഞാൻ ഈ വീട് വിട്ടു പോവുകയാണ്. ഞാൻ മോസ്കോയിലെത്തി വക്കീലിനെ കണ്ടിട്ട് വിവാഹമോചനത്തിനുള്ള കടലാസുകൾ തയ്യാറാക്കിച്ചിട്ട് നിനക്ക് അയച്ചു തരാം. ഞാൻ പുറപ്പെടുമ്പോൾ ഞാൻ എൻ്റെ മകനെ കൂടി കൊണ്ടുപോവുകയാണ്. വേണ്ട, എൻ്റെ മകനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. വേണ്ട, ഞാൻ മകനെ കൊണ്ടുപോകും. നിന്റെ സ്വഭാവം ഓർക്കുമ്പോൾ തന്നെ അവനെ എനിക്ക് തീരെ ഇഷ്ടമില്ലാതെ ആയിത്തീരുന്ന മറ്റുണ്ട്. നിന്റെ സ്വഭാവം ഓർക്കുമ്പോൾ അവനോടുള്ള എൻ്റെ ഇഷ്ടം കുറഞ്ഞു വരികയാണ്. അവൻ എൻ്റെ മകനാണോ എന്ന് പോലും ഇടയ്ക്ക് ഞാൻ സംശയിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും നയിക്കാനിടയുള്ള ആ അവിശുദ്ധ ബാന്ധവത്തിനിടയിൽ ഒരു നോക്കുകുത്തിയായി, ഒരധികപ്പറ്റായി എൻ്റെ മോൻ ഇവിടെ നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അവനെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ അലക്സി മകനെ കൊണ്ടുപോയി. അദ്ദേഹം പോയിക്കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചില കത്തുകൾ വന്നു തുടങ്ങി. അന്നയുടെ കത്തുകൾ. 1 മാസം കഴിഞ്ഞപ്പോൾ ഒരു ടെലഗ്രാം വന്നു. ഞാൻ മരണവുമായി മല്ലടിക്കുന്നു, അങ്ങുടൻ വരിക. അദ്ദേഹം ആ ടെലഗ്രാം എടുത്ത് ചുരുട്ടിക്കൂട്ടി കളഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, ഇത് അവളുടെ ഒരു ബുദ്ധിയാണ്. അവൾ ഗർഭിണിയാണല്ലോ. ആ കുഞ്ഞിനൊരു അച്ഛനെ വേണം, അതിന് പിതൃത്വം വേണമല്ലോ. അതിനുള്ള ബുദ്ധിയാണ്. അച്ഛൻ്റെ സ്ഥാനത്ത് എന്നെ പ്രതിഷ്ഠിക്കാനുള്ള കുടില ബുദ്ധിയാണ്. അതുകൊണ്ട് ഞാനങ്ങോട്ട് പോകില്ല. എന്നാൽ ആ കടലാസ് നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും വിചാരമുണ്ടായി. അദ്ദേഹം ഒരു ക്രിസ്തു ഭക്തനാണ്, അദ്ദേഹം ഹൃദയാലുമാണ്. അതുകൊണ്ട് മെല്ലെ എഴുന്നേറ്റ് ചെന്നു ആ കടലാസ് എടുത്ത് നിവർത്തി വായിച്ചു. ഇതൊരു പക്ഷേ സത്യമാണെങ്കിലോ, അവൾ മരണവുമായി മല്ലടിക്കുക തന്നെയാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ അവിടം വരെ പോകാം. ഒന്നുമില്ലെങ്കിൽ 8-9 വർഷക്കാലം എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊത്ത് ജീവിച്ചവളാണ്. അവിടം വരെ ചൊല്ലാം, അന്ത്യകൂദാശ ചൊല്ലാം, മടങ്ങിപ്പോകാം. അങ്ങനെ അദ്ദേഹം സ്വന്തം വീട്ടിലേക്ക് ചെല്ലുന്നു. അന്യനായി ആ വീട്ടിലേക്ക് ചെല്ലുന്നു. അദ്ദേഹത്തിൻ്റെ അന്യതാബോധം അതിൻ്റെ പരമകാഷ്ഠയിലെത്തുന്നു. കാരണം അവിടെ ചെന്നപ്പോൾ ആ വീട്ടിൻ്റെ ഉമ്മറത്ത് കോട്ട് തൂക്കുന്ന സ്റ്റാൻഡിൽ ഒരു പട്ടാളക്കാരൻ്റെ കോട്ട് കിടക്കുന്നു.
വ്രോൺസ്കി അവിടെ ഉണ്ടായിരുന്നു. അയാൾ ഇറങ്ങി വന്നു, ഗൃഹനായകനെ പോലെ ഇറങ്ങി വന്നു. ആ, ഞാനാണ് ടെലഗ്രാം ചെയ്തത്. കണ്ടു. അന്നയ്ക്ക് തീരെ സുഖമില്ല. ഓഹോ, അന്നെ ഇന്നലെ രാത്രി പ്രസവിച്ചു, പെൺകുഞ്ഞാണ്. അദ്ദേഹം മൂളാതെ കേട്ടുകൊണ്ട് നിന്നു. ഇത് വല്ലതും സത്യമാണോ? ആ സംശയമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അവൾ വീട്ടിൽ തന്നെയാണ് സുഖമില്ലാതെ കിടക്കുന്നത്. ഒന്ന് കയറി കണ്ടുകളയാം. അകത്തേക്ക് കയറി ചെന്നപ്പോൾ അക്ഷരം പ്രതി ശരിയാണ്, അവൾക്ക് ബോധമില്ല. അബോധാവസ്ഥയിൽ എന്തൊക്കെയോ വിളിച്ചു പോകുന്നു. വരും, അദ്ദേഹം വരും, അലക്സി വരും. അത്ര നല്ലവനാണ് അദ്ദേഹം. അദ്ദേഹം എത്രമാത്രം നല്ലവനാണെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. അദ്ദേഹം വരുമ്പോ ഞാൻ പ്രസവിച്ച ആ പെൺകുഞ്ഞിനെ അദ്ദേഹത്തിന് കാണിക്കരുതേ. ആ കുഞ്ഞിനെ ഒരു നഴ്സിന് കൊടുത്തേക്കും. എനിക്കതിനെ വേണ്ട, എനിക്ക് എന്റെ മകനെ മതി. അവൻ ആഹാരം കഴിച്ചോ. ഇതാണ് അവസ്ഥ. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ചാഞ്ചാട്ടമുണ്ടായി. അദ്ദേഹം വിചാരിച്ചു, ഏതായാലും വന്നതല്ലേ, അവൾ അവസാന നിമിഷങ്ങളുമായി മല്ലടിക്കുന്നതല്ലേ, അവസാന നിമിഷം വരെ ഇവിടെ നിൽക്കാം, പിന്നെ മടങ്ങിപ്പോകുന്നുള്ളൂ. അദ്ദേഹം അവിടെ തങ്ങി 2-3 ദിവസം അവളുടെ നില ആ നിലയിൽ തന്നെ തുടർന്നു. 4ാമത്തെ ദിവസം രാവിലെ ഡോക്ടർ വന്ന് അലക്സി കരീനിനെ വിളിച്ചു. മിസ്റ്റർ അലക്സി കരീനിൻ, ഒരു ശുഭവാർത്തയുണ്ട്. എന്താ? അങ്ങയുടെ ഭാര്യ രക്ഷപ്പെടാൻ പോകുന്നു. അവരുടെ അസുഖം നന്നായി കുറഞ്ഞിരിക്കുന്നു. അവർ സുഖം പ്രാപിച്ചു വരുന്നു. അവൾ മരിച്ചു പോകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന അദ്ദേഹത്തിന് വാസ്തവത്തിൽ നൈരാശ്യമാണ് ഉണ്ടായത്. ആ വീട്ടിൽ, ആ അന്തരീക്ഷത്തിൽ അദ്ദേഹം വീണ്ടും മണിക്കൂറുകൾ ചെലവഴിച്ചപ്പോൾ അദ്ദേഹത്തിൽ ഒരു മാനസാന്തരമുണ്ടായി. ആ മാനസാന്തരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചില തീരുമാനങ്ങളിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹം വിളിച്ചു, മിസ്റ്റർ വ്രോൺസ്കി വരൂ, നിങ്ങൾ സാഹസികനായ ഒരു ചെറുപ്പക്കാരനാണ്. നിങ്ങൾ ചെറുപ്പത്തിൻ്റെ തിളപ്പിൽ ചിലത് ചെയ്തു. അതൊക്കെ വെറും സാഹസമാണെന്ന് കരുതി മറന്നേക്കുക, അന്നയെ മറന്നേക്കുക. കാരണം ഞാൻ അന്നയ്ക്ക് മാപ്പ് കൊടുക്കാൻ തീരുമാനിച്ചു. ഞാൻ അവളെ വീണ്ടും ഭാര്യയായി സ്വീകരിക്കുന്നു. അവളെ ഉപേക്ഷിക്കുന്നില്ല. അവളുടെ കുട്ടിയെയും ഞാൻ ഏറ്റെടുക്കുന്നു. മിസ്റ്റർ വ്രോൺസ്കി, നിങ്ങൾ കാണിച്ച സാഹസമെല്ലാം നിങ്ങൾ മറന്നേക്കുക. ഞാൻ ഈ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. വ്രോൺസ്കി, നിങ്ങൾക്ക് പോകാം. മുഖത്തടിയേറ്റതുപോലെ വ്രോൺസ്കി പിന്തിരിഞ്ഞിറങ്ങിപ്പോയി. എത്ര നിസാരനായി തീർന്നു ഞാൻ ആ മഹൽ വ്യക്തിത്വ സന്നിധാനത്തിലെന്നോർപ്പു ഞാൻ. എത്ര നിസാരനായി തീർന്നു ഞാൻ ആ മഹത് വ്യക്തിത്വ സന്നിധാനത്തിൽ എന്നോർപ്പു ഞാൻ. അന്നയുടെ ചിത്രത്തിന്റെ മുന്നിൽ അയാൾ വന്നു നിൽക്കുന്നു. ഇല്ല, ലഭിക്കില്ല എനിക്കിനി എന്നെയെ, എല്ലാം ഉപേക്ഷിച്ചു നേടിയോരെന്നെയെ. ഇല്ല, ലഭിക്കില്ല എനിക്കിനി എന്നെയെ, എല്ലാം ഉപേക്ഷിച്ച് നേടിയോരെന്നെയെ. എനിക്ക് അന്നയെ നഷ്ടമായിരിക്കുന്നു. എല്ലാം ത്യജിച്ചാണ് ഞാൻ അന്നയ്ക്ക് വേണ്ടി ജീവിച്ചത്. എനിക്ക് നല്ലൊരു ഉദ്യോഗം ഉണ്ടായിരുന്നു. ആ ഉദ്യോഗം ഞാൻ വലിച്ചെറിഞ്ഞു. എനിക്ക് ധാരാളം നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരൊക്കെ എന്നെ ഉപദേശിച്ചു. അന്യൻ്റെ കുടുംബത്തിൽ ചെന്ന് കയറാതെ നിശ്ചയിച്ച വിവാഹം ചെയ്ത് ആ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കൂ, നീ വാക്ക് കൊടുത്ത പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കൂ. ഞാൻ കേട്ടില്ല. എനിക്ക് അദമ്യമായ പ്രണയമായിരുന്നു അന്നയോട്. ആ അന്നയെ ഇതാ എനിക്ക് എന്നേക്കുമായി നഷ്ടമായിരിക്കുന്നു. ഒരു കൊച്ചു കുട്ടിയെ ഈർക്കിലെടുത്ത് അടിച്ച് പുറത്തു കളയുന്നത് പോലല്ലേ അദ്ദേഹം എന്നോട് പറഞ്ഞത്. വ്രോൺസ്കി, ഞാൻ എന്റെ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് പോകാമെന്ന്. ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? എന്റെ ബന്ധുക്കളെ എങ്ങനെ നേരിടും? എന്ത് ചെയ്യും ഞാൻ? എനിക്ക് ജീവിക്കണ്ട, എനിക്ക് ജീവിക്കണ്ട. അയാൾ മുറിക്കുള്ളിലേക്ക് കിടന്നു. അയാൾ ആ മുറി ഭദ്രമായി അടച്ചു. മേശ തുറന്നു. അയാളുടെ കൈത്തോക്കെടുത്തു. ഇടനെഞ്ചിലേക്ക് ചൂണ്ടിയാൽ ആ കാഞ്ചിയിൽ പിടിച്ചു. ആ ദുർബല നിമിഷത്തിൽ അയാൾ അറിയാതെ ആ കാഞ്ചി വലിച്ചുപോയി. രക്തക്കളത്തിൽ കിടന്ന് കൈകാൽ കടിക്കുന്ന വ്രോൺസ്കി അയാൾ കിടന്ന് വാവിട്ട് നിലവിളിക്കുന്നു. അയലോക്കത്തുള്ള ആളുകൾ ഓടിക്കൂടി. വാതിലകത്ത് നിന്ന് പൂട്ടിയിരിക്കുന്നു. അവർ വാതിൽ ചവിട്ടി പൊളിച്ച് ആ നിമിഷം തന്നെ അയാളെ ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർ പരിശോധിച്ചു. സാരമായ ഒരു പരിക്ക് അയാൾക്ക് ഏറ്റിട്ടില്ല. വ്രോൺസ്കിക്ക് അപകടമൊന്നും ഉണ്ടാവില്ല. വ്രോൺസ്കി മരിക്കില്ല. വ്രോൺസ്കി ജീവിച്ചു തന്നെ ഇരിക്കും. ആ പരിക്ക് അത്രത്തോളം നിസ്സാരമാണ്. അലക്സി കരീനിൻ ഓഫീസിലെത്തി. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ആ ഭിത്തിയിൽ ക്രിസ്തുദേവന്റെ ചിത്രമുണ്ട്. അതിൻ്റെ മുന്നിൽ നിന്ന് അദ്ദേഹം വിലപിക്കുന്നു. എല്ലാം മറന്നു ഞാൻ വല്ലായ്മയാണ്
പശ്ചാത്താപവിവശനായി അദ്ദേഹം അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ ഒരു കാൽപെരുമാറ്റം കേട്ടു. അദ്ദേഹം തിരിഞ്ഞു നോക്കി. ഇതാ സ്റ്റീഫൻ, അന്നയുടെ സഹോദരൻ. എന്താ സ്റ്റീഫൻ, എന്തുണ്ട് വിശേഷം? നീ വന്നിട്ട് കുറേ നേരമായോ? ഇല്ല ഇല്ല, ഞാനിങ്ങോട്ട് വന്നതേ ഉള്ളൂ. എന്തുണ്ട് വിശേഷം? ഞാൻ എന്നെ കണ്ടു. എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു? അവൾ ദുഃഖിതയാണെന്ന് പറഞ്ഞു. അവൾ ദുഃഖിത. അവൾ മാത്രമാണോ ദുഃഖിത? അളിയ, ഒരു കാര്യമുണ്ട്. എൻ്റെ സഹോദരി അന്ന അങ്ങേക്കാൾ 20 വയസ്സിന് എളുപ്പമാണ്. ജീവിതം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ, അതിൻ്റെ ഗൗരവതലത്തിൽ മനസ്സിലാക്കുന്നതിന് മുമ്പ് അവൾ വിവാഹിതയാണ്. ജീവിതത്തെ സംബന്ധിച്ച് ഗഹനമായ ഒരു കാഴ്ചപ്പാട് അവൾക്ക് ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് ഇങ്ങനൊക്കെ സംഭവിച്ചത്. ഇത് അളിയന് കൂടി ജീവിതത്തിലൊരു പ്രധാന പ്രയാസമായി അവൾ ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഞാൻ പറയുന്നത് അവൾക്ക് വിവാഹമോചനം നൽകിയേരെ. സ്റ്റീഫൻ, നീ പറയുന്നത് പോലെ വിവാഹമോചനം ഒരു നിസ്സാര കാര്യമല്ല. വിവാഹമോചനം ലഭിച്ചാൽ അവൾ കുറച്ചുനാൾ അവൻ്റെ കൂടെ കഴിഞ്ഞെന്ന് വരും. പിന്നെ അവൾ സ്വതന്ത്രയല്ലേ. അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ അവനെ ഉപേക്ഷിച്ച് മറ്റൊരുവൻ്റെ കൂടെ പോകാൻ ഇടയുണ്ട്. അതല്ലെങ്കിൽ അവൻ മറ്റേതെങ്കിലും ഒരുത്തിയുടെ കൂടെ പോകാനിടയുണ്ട്. അങ്ങനെ വളരെ ദൂരവ്യാപകമായ കുഴപ്പമാണ് ഉണ്ടാകുന്നത്. ഞാൻ വിവാഹമോചനം നൽകുമായിരുന്നു, പക്ഷേ അവൾക്കൊരു നിർബന്ധം, മകനെ അവൾക്ക് വിട്ടുകൊടുക്കണം. ഞാനങ്ങനെ വിട്ടുകൊടുക്കും? സ്റ്റീഫൻ, ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്നയും വ്രോൺസ്കിയും തമ്മിൽ നടത്തുന്ന ആ അവിശുദ്ധ ബന്ധത്തിനിടയിൽ എൻ്റെ മകൻ്റെ സ്ഥാനം എന്തായിരിക്കും? അവനെ അധികം പറ്റാവില്ലേ? അതിനൊരു കാര്യം ചെയ്യൂ. അളിയൻ മകനെ കൂടെ കൊണ്ടുപോയിക്കോളൂ, അവനെ സംരക്ഷിച്ചോളൂ, അവളെ അവിടെ പാട്ടിന് വിട്ടോളൂ. അലക്സി കരീൻ ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, സ്റ്റീഫൻ, നീ പറഞ്ഞ കാര്യം ഞാനൊന്ന് പരിഗണിക്കാം, ആ കാര്യം ഞാൻ ആലോചിക്കാം. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അദ്ദേഹം ഇതാ വിവാഹമോചനത്തിനൊരു തീരുമാനമെടുത്തെന്ന് തോന്നുന്നു. നമ്മുടെ ആത്മഹത്യക്കാരനുണ്ടല്ലോ വ്രോൺസ്കി, അദ്ദേഹം സുഖം പ്രാപിച്ചു വരികയാണ്. ഡോക്ടർ ദിവസവും ചെന്ന് പരിശോധിക്കുന്നുണ്ട്. ആ മുറിവ് ഉണങ്ങി വരുന്നുണ്ട്. ഡോക്ടറോട് വ്രോൺസ്കി ചോദിക്കുന്നു, ഡോക്ടറെ, മുറിവ് കരിഞ്ഞോ? എന്താ ഇത്ര അത്യാവശ്യമായിട്ട് തിരക്കുന്നത്? വലിയ ആവേശത്തോടെയാണല്ലോ വെടിവെച്ചത്. അത് എനിക്ക് ആ നിമിഷത്തിൽ അതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഞാൻ ആരെയെല്ലാം വെറുപ്പിച്ചു, എൻ്റെ സുഹൃത്തുക്കളെ വെറുപ്പിച്ചു, ബന്ധുക്കളെ വെറുപ്പിച്ചു, ഞാൻ എല്ലാം ഇട്ടെറിഞ്ഞു. എൻ്റെ ജോലി ഉൾപ്പെടെ എൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം അന്നയ്ക്ക് വേണ്ടി കൈവെടിഞ്ഞവനാണ് ഞാൻ. പക്ഷേ ഇതാ അന്നെ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ എന്നെ ഉപദേശിച്ചവരുടെ മുന്നിൽ ഞാനെങ്ങനെ തല ഉയർത്തി നിൽക്കും? നാട്ടുകാരുടെ മുമ്പിൽ ഞാനെങ്ങനെ നടക്കും? അതുകൊണ്ട് ഈ മുറിവുണങ്ങിയാൽ ഉടൻ എനിക്ക് സ്ഥലം വിടണം, എനിക്ക് ഈ നാട് വിടണം. വ്രോൺസ്കി, നിങ്ങൾ അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമില്ല. പ്രതീക്ഷയില്ലാതെ നിങ്ങളങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല. എന്താണ്? നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എന്താ? അന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. എന്തായി പറയുന്നത്? ആര് പറഞ്ഞു? അത് അലക്സി കരീനൻ അവൾക്ക് വിവാഹമോചനം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ആരാണ് പറഞ്ഞത്? മറ്റാരുമല്ല, അന്നയുടെ സഹോദരൻ സ്റ്റീഫനാണ് എന്നോട് ഈ വിവരം പറഞ്ഞത്. സത്യമാണോ? 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 അയാളങ്ങ് ആവേശഭരിതനായി. അയാളെ ഡിസ്ചാർജ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ സന്തോഷ വർത്തമാനം കേട്ടപ്പോൾ അയാൾ സ്വയം ഡിസ്ചാർജ് ചെയ്ത് ആശുപത്രിയിൽ നിന്ന് എഴുന്നേറ്റ് ഒരോട്ടം. അയാൾ ഓടിച്ചെന്ന് നിന്നത് അന്നയുടെ വീട്ടിലാണ്. അന്നയെ കണ്ടു. അവളെ ഗാഠം പുണർന്നുകൊണ്ട് പറയുന്നു, എത്ര മോഹിച്ചീ സമാഗമം അവൾ അവന്റെ മാറിലേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് പറഞ്ഞു, ഞാനൊരു നിന്റെ ഭർത്താവ് വിവാഹമോചനത്തിന് തീരുമാനമെടുത്തിരിക്കുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ രാജ്യം വിടാം. അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറുന്നതിന് മുമ്പ്, തീരുമാനം മാറുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം വിടാം. അദ്ദേഹത്തെ വിശ്വസിക്കാനൊക്കില്ല. അദ്ദേഹം തീരുമാനം എപ്പം മാറ്റും എന്ന് നമുക്ക് പറയാനാവില്ല. അതുകൊണ്ട് അന്നയും വ്രോൺസ്കിയും ആ നാട് വിട്ടു. അവർ മധുവിധ യാത്രകളിലാണ്. അവരിപ്പോൾ വിദേശ രാജ്യത്താണ്, സ്വിറ്റ്സർലൻഡിൽ മധുവിധ കാലം. ഈ സമയത്ത് ഇവിടെ
അലക്സി കരീൻ മകനുമൊത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്നു. ആകെ വിഷമിച്ച് താമസിക്കാതെ വയ്യല്ലോ. അവൾ ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ചാണ് പോയത്. ആ മകൻ്റെ കാര്യമാണ് കഷ്ടം. അവൻ്റെ ട്യൂഷൻ മിസ്ട്രസിനോട് ചോദിക്കാറുണ്ട്, ടീച്ചർ എന്താണ് അമ്മ വരാത്തത്? അമ്മ വരില്ല മോനെ, അമ്മ പോയിരിക്കുകയാണ്. എവിടെ? അമ്മ മരിച്ചു പോയെന്ന് വിചാരിച്ചോളൂ. ഇല്ല, എൻ്റെ അമ്മ മരിക്കില്ല, എൻ്റെ അമ്മ മരിക്കില്ല. എനിക്കറിയാം ആ കുട്ടി എങ്ങനെയാണ്, എനിക്കറിയാം അവൻ്റെ അവസ്ഥ. ഏകാന്തമൂകമായി ജീവിതം തന്നിതാ, ഏകാന്തമൂകമായി ജീവിതം തന്നിതാ, ആ കുട്ടി വിഷമിച്ചങ്ങനെ കഴിയുന്നു. മധുവിത് കഴിഞ്ഞ് അവർ രണ്ടുപേരും തിരിച്ചു വന്നു. അന്നയും വ്രോൺസ്കിയും തിരിച്ചു വന്നു. അദ്ദേഹം വിവാഹമോചനം അനുവദിക്കാനുള്ള കടലാസുകൾ നീക്കുന്നില്ല. അവർ രണ്ടുപേരും അവിടെ ഒരു ഹോട്ടലിൽ താമസമാണ്, മോസ്കോയിലെ ഒരു ഹോട്ടലിൽ താമസമാണ്. അങ്ങനെ പുറത്ത് അധികം ദിവസം താമസിക്കാൻ കഴിയില്ല, അത് നിയമവിരുദ്ധമാണ്. അങ്ങനെയുള്ളത് അവിഹിത ബന്ധമാണ്. അതുകൊണ്ട് വളരെ ഭയന്ന് മുറിക്കുള്ളിൽ അവർ രണ്ടുപേരും കഴിയുകയാണ്. അദ്ദേഹത്തിന് കൂടെ എഴുതുന്നുണ്ട്, ടെലഗ്രാം ചെയ്യുന്നുണ്ട്, വിവാഹമോചനം അനുവദിക്കൂ, വിവാഹമോചനം അനുവദിക്കൂ. അദ്ദേഹം വീണ്ടും കേൾക്കുന്നില്ല, അദ്ദേഹം അതിന് ശ്രദ്ധ നൽകുന്നില്ല. എൻ്റെ മകനെ എനിക്ക് കാണണം, എൻ്റെ മകനെ എനിക്ക് വിട്ടുതരൂ. അതിനും മറുപടിയില്ല. ഒരു ദിവസം മകനെക്കുറിച്ച് ഓർമ്മിച്ച് അവൾ ഇരുന്നപ്പോൾ അവൾ ഓർത്തു, ഇന്ന് എൻ്റെ പൊന്നുമോൻ്റെ ജന്മദിനമാണല്ലോ. അതെ, അവൻ്റെ ജന്മദിനമാണ്. ജന്മദിനമേ പൊന്നോമനേ, ജന്മദിനമേ വരുന്നു വരുന്നു, ജന്മദിനമേ പൊന്നോമനേ, ജന്മദിനമേ വരുന്നു വരുന്നു, ജന്മദിന അതിരാവിലെ അവൾ വ്രോൺസ്കി കാണാതെ ഹോട്ടലിൽ നിന്ന് ഒരു കുതിരവണ്ടി പിടിച്ച് അങ്ങോട്ട് പോയി, സ്വന്തം വീട്ടിലേക്ക് പോയി. മകന് കുറേ സമ്മാനങ്ങളുമായി. അവിടെ ചെല്ലുമ്പോൾ നേരം പരമ്പര വെളുത്ത് വരുന്നതേ ഉള്ളൂ. അവിടുത്തെ കാവൽക്കാരൻ, ഗേറ്റ് കാവൽക്കാരൻ അവിടെ നിൽക്കുന്നു. അന്നെ അങ്ങോട്ട് കയറി ചെന്നിട്ട് അയാൾക്ക് ആളെ മനസ്സിലായില്ല. അവൾ കയറാൻ തുടങ്ങിയപ്പോൾ അയാൾ കൈ മുന്നോട്ട് നീക്കി അവളെ തടഞ്ഞു. എവിടെ പോകുന്നു? ആരാണ്? അയ്യോ, കൊച്ചമ്മയാണോ? ഞാനറിഞ്ഞില്ല, കയറി പോയാട്ടെ. താൻ സ്വന്തം വീട്ടിൽ അന്യായിരിക്കുന്നു. അങ്ങനെ അവൾ മകൻ ഉറങ്ങുന്ന മുറി അവൾക്കറിയാം രണ്ടാമത്തെ നിലയിലാണ്. ശബ്ദമുണ്ടാക്കാതെ, ചവിട്ടടി ശബ്ദം പോലും ഉണ്ടാക്കാതെ അവൾ ചെന്നു, മകൻ്റെ മുറിയിൽ ചെന്നു. മകൻ കണ്ണു തുറന്ന് കിടക്കുകയാണ്. അവൻ ഉറങ്ങിയിട്ടില്ല. അവൻ അമ്മയെ കണ്ടപ്പോൾ, അമ്മ അമ്മ എൻ്റെ അമ്മ വന്നു, അമ്മ വന്നു. എൻ്റെ ടീച്ചർ കള്ളവാ പറഞ്ഞത്, അമ്മ മരിച്ചു പോയെന്ന്. അമ്മ മരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്കറിയാം. അമ്മ എന്താ വരാത്തത്? അമ്മ എന്താ എൻ്റെ അടുത്ത് വരാത്തത്? മോനെ, അമ്മ ചീത്തയാണ്. അല്ല, എൻ്റെ അമ്മ നല്ലതാണ്. ഈ ശബ്ദമെല്ലാം കേട്ടപ്പോൾ അവനെ പരിചരിക്കുന്ന ആയ മുറിക്കുള്ളിലേക്ക് വന്നു. ആരാത്? അയ്യോ, കൊച്ചമ്മയോ? അദ്ദേഹം എങ്ങനെയും കണ്ട ഞങ്ങളുടെ കാര്യം പോക്കാ, ഞങ്ങളെ വഴക്ക് പറയും. കൊച്ചമ്മ, ദയവേത് ഇറങ്ങിപ്പോ കൊച്ചമ്മ. ഇതാ സ്വന്തം ജോലിക്കാരി അവളെ ആട്ടിയിറക്കുന്നു. അവളൊരു ചുഴലിക്കാറ്റ് മാതിരി ആ പടികൾ ഇറങ്ങി താഴേക്ക് വന്നു. അവൾ വന്ന് പെട്ടത് സാക്ഷാൽ അലക്സിയുടെ മുന്നിൽ. അവൾ ചൂളിപ്പോയി. അദ്ദേഹം അവഞ്ഞ നിറഞ്ഞ ഒരു നോട്ടം സമ്മാനിച്ചിട്ട് മുഖം വെട്ടിച്ചു കളഞ്ഞു. അവൾ അപമാനിതയായി ആ വീട്ടിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്ന് കുതിരവണ്ടിയിൽ കയറി. ഇതാ അതിവേഗം കുതിര മുൻപോട്ട് കുതിക്കുന്നു, കുതിരവണ്ടി മുമ്പോട്ട് കുതിക്കുന്നു. അപ്പോഴാണ് അവൾ ഓർക്കുന്നത്, അവൾ മകന് വേണ്ടി കൊണ്ടുവന്ന സമ്മാനങ്ങളൊന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല.
അവൾ തിരിച്ച് ഹോട്ടലിലെത്തി. അവിടെ ഹോട്ടലിന്റെ ഉമ്മറത്ത് സാക്ഷാൽ വ്രോൺസ്കി കാത്തു നിൽക്കുന്നു. നീ എവിടെ പോയിരുന്നു എന്നെ? ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണാൻ പോയി. കുഞ്ഞിനെ കാണാൻ? ഇന്നെന്താ കുഞ്ഞിനെ കാണാൻ തോന്നിയത്? ഇന്ന് അവൻ്റെ ജന്മദിനമാണ്. നിനക്ക് ഇവിടെ ഒരു കുഞ്ഞുണ്ടല്ലോ, അതിനെ കണ്ടാ പോരെ? കുഞ്ഞിനെ മാത്രമേ കണ്ടുള്ളൂ അതോ അവൻ്റെ അച്ഛനെ കണ്ടോ? അന്നെ, നിനക്ക് ഇപ്പോഴും നിന്റെ ഭർത്താവിനോടും മകനോടും സ്നേഹമുണ്ടല്ലേ? എനിക്കും ഒരു കുഞ്ഞുണ്ട്, നീ പ്രസവിച്ച എൻ്റെ കുഞ്ഞ്. എനിക്കും അതിനോട് ഇത്തിരി സ്നേഹമുണ്ട്. ആ സ്നേഹം പ്രകടിപ്പിക്കാൻ എന്റെ ഭർത്താവ് അനുവദിക്കുന്നില്ലല്ലോ. എന്റെ പേര് ചേർത്ത് എന്റെ കുട്ടിയെ വിളിക്കാൻ ആ മനുഷ്യൻ വിവാഹമോചനം നൽകിയല്ലേ മതിയാകൂ. അയാളോട് പറഞ്ഞേരെ, നിന്റെ ഉദ്യോഗസ്ഥ ഭർത്താവിനോട് പറഞ്ഞേരെ, മര്യാദയ്ക്ക് വിവാഹമോചനം തന്നില്ലെങ്കിൽ അയാൾ ചിലത് അനുഭവിക്കുമെന്ന് പറഞ്ഞേരെ. അവർക്ക് ആ ഹോട്ടലിലെ താമസം വളരെ അസഹ്യമായി തീർന്നു. കാരണം പുറത്തിറങ്ങാൻ വയ്യ. പുറത്തിറങ്ങിയാൽ ആളുകൾ പഴി പറയുന്നു. അലക്സിയെ ഇഷ്ടപ്പെടുന്ന പൊതുജനം അന്നെക്കുറിച്ച് പറയുന്നു, ദേ പോകുന്നു അലക്സിയെ വഞ്ചിച്ചവൾ, അവൻ്റെ കൂടെ പോകുന്ന പട്ടാളക്കാരൻ്റെ കൂടെ പോകുന്നു, അവളാണ് നികൃഷ്ട ജീവി, ഇങ്ങനെയൊക്കെ പറയുന്നു. ഈ ആക്ഷേപ വചസ്സുകൾ അവൾക്ക് വല്ലാത്ത വീർപ്പുമുട്ടുണ്ടാക്കി. അവൾ പറഞ്ഞു, വ്രോൺസ്കി, നമുക്ക് ഈ പട്ടണം വിട്ടു പോവാം. എവിടെ പോകാനാ? അങ്ങക്ക് ഗ്രാമപ്രദേശത്ത് ഒരു എസ്റ്റേറ്റ് ഉണ്ടല്ലോ, അവിടെ പോയി താമസിക്കാം. ആ നിർദ്ദേശം നല്ലതാണെന്ന് വ്രോൺസ്കി തോന്നി. അവരാ സുന്ദരമായ ഗ്രാമപ്രദേശത്തെത്തി. ഗ്രാമാന്തരീക്ഷം പ്രശാന്തം, പ്രേമദാമ്പത്യം തുടരുന്നു നീരവം. രണ്ടാഴ്ച ഗ്രാമപ്രദേശത്ത് താമസിച്ചപ്പോൾ അവളുടെ മനസ്സ് തണുത്തു. അവൾക്ക് ഗ്രാമാന്തരീക്ഷം വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ പട്ടണത്തിൽ അങ്ങനെ വിലസി നടന്ന വ്രോൺസ്കിക്ക് അത് ഒട്ടും ഇഷ്ടമായില്ല. അയാൾക്ക് മടുത്തു. അയാൾ പറഞ്ഞു, എനിക്ക് ഗ്രാമജീവിതം മടുത്തു, ഞാനൊരു കുറച്ച് ദിവസത്തേക്ക് പട്ടണത്തിലൊന്ന് പോയിട്ട് വരട്ടെ, എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, ഒരു വീട് വാങ്ങുന്നതിനും മറ്റും 4-5 ദിവസം വേണം, ഞാനൊന്ന് പോട്ടെ. അവളുടെ മുഖം വാടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വ്രോൺസ്കി പറഞ്ഞു, നിന്റെ മുഖം വാടിയല്ലോ, നിന്റെ മുഖം വാടി കണ്ടിട്ട് ഞാൻ പോകുന്നില്ല പൊന്നെ. അതല്ലെങ്കിൽ നീ എന്നെ സന്തോഷമായിട്ട് യാത്രയാക്കും. ഒന്ന് ചിരിക്കുക അല്ലേ, ഒന്ന് ചിരിക്കാൻ അവളൊന്ന് ചിരിച്ചു കൊടുത്തു. അയാൾ സന്തോഷപൂർവ്വം പോയി. 4-5 ദിവസം കഴിഞ്ഞു. വ്രോൺസ്കി മടങ്ങി വന്നില്ല. അവൾക്ക് മനസ്സിലായി, ഇത് വരാനുള്ള പോക്കല്ലല്ലോ. അവൾ ഒരടവ് പ്രയോഗിച്ചു. അവളൊരു ടെലഗ്രാം ചെയ്തു, വേഗം വരണം, കുഞ്ഞിന് സുഖമില്ല. അത് സ്ത്രീകൾക്കറിയാം, ആണുങ്ങളെ വരുത്താനുള്ള വിദ്യ മുഴുവൻ അറിയാം. ആ ടെലഗ്രാം കിട്ടിയപ്പോൾ അയാൾ പാഞ്ഞു വന്നു. എന്താ കുഞ്ഞിന് എന്താ അസുഖം? അവളൊന്ന് ചിരിച്ചു. ഓ, അപ്പോൾ എന്നെ വരുത്താനുള്ള തന്ത്രമായിരുന്നു അല്ലേ? അസുഖം നിനക്കാണ്. എന്തായാലും തെറ്റായ സമയത്താണ് നീ എന്നെ ഇങ്ങനെ വിളിച്ചു വരുത്തിയത്. 1 മണിക്കൂർ കഴിഞ്ഞ് എനിക്ക് തിരിച്ചു പോകണം, ചില പേപ്പേഴ്സ് ശരിയാകാനുണ്ട്, ഒരു വീട് വാങ്ങുന്നതിനെ സംബന്ധിച്ച ചില രേഖകളിൽ ഒപ്പിടേണ്ടതുണ്ട്, അതിന് 1 മണിക്കൂർ കഴിഞ്ഞ് അങ്ങോട്ട് എത്തിയേ മതിയാകൂ. അത് കൊള്ളാം, നിങ്ങളിങ്ങോട്ട് വന്നില്ല, 1 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് പോകണമല്ലേ? ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങൾക്ക് എന്നെ മടുത്തു അല്ലേ? അതല്ലേ നിങ്ങൾ ഉടനെ പോകുന്നത്? നിങ്ങളെങ്കിലും എന്നോടൊപ്പം എപ്പോഴും ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ കൂടെ വന്നത്. ഇതാണ് നിങ്ങളുടെ പ്രകൃതമെങ്കിൽ, ഇതാണ് നിങ്ങളുടെ രീതിയെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് പിരിയാം അല്ലേ? നീ വെറുതെ ക്ഷോഭിക്കാതെ. ഞാൻ പോകുന്നെങ്കിൽ നിന്നോടൊപ്പമേ പോകൂ. വരൂ, വേഗം തയ്യാറാകൂ, നമുക്ക് പട്ടണത്തിലേക്ക് പോവാം. അങ്ങനെ ആ ഗ്രാമവാസം അവസാനിപ്പിച്ച് രണ്ടുപേരും വീണ്ടും പട്ടണത്തിലെത്തിയപ്പോൾ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വളരെ വലുതായി. ഒരു ദിവസം അയാൾ ക്ഷോഭിച്ചങ്ങ് ഇറങ്ങിപ്പോയി. ചൊല്ലി
തുളുമ്പിയ താമര പൊയ്കയിൽ തേനലേറ്റ പോൽ തുളുമ്പിയ താമര പൊയ്കയിൽ തേനലേറ്റ പോൽ കത്തുന്നു സൗഹൃദം അയാൾ പോയിട്ട് ഇങ്ങോട്ട് വരുന്നില്ല എന്ന് കണ്ട് അവൾക്ക് ആകെ ഉത്കണ്ഠയായി. എന്നെ എന്നേക്കുമായി ഉപേക്ഷിച്ചത് പോയതാണോ എന്ന ദുസ്സംശയം അവൾക്ക് തോന്നാതെ ഇരുന്നില്ല. അതുകൊണ്ട് അവൾ ജോലിക്കാരനെ കുതിരവണ്ടിയുമായി അയച്ചു, അദ്ദേഹത്തെ അന്വേഷിച്ചയച്ചു. ആ വണ്ടി പോയി, അദ്ദേഹവുമായി മാത്രമേ മടങ്ങി വരാവൂ എന്ന നിർദ്ദേശവും കൊടുത്തിരുന്നു. വണ്ടി മടങ്ങി വന്നു, പക്ഷേ അതിൽ വ്രോൺസ്കി ഉണ്ടായിരുന്നില്ല. ഇവിടെ വ്രോൺസ്കി വന്നില്ലേ? അദ്ദേഹം വന്നില്ല. പിന്നെ അദ്ദേഹം മറ്റൊരു വണ്ടി കയറിപ്പോയി. ഈ വണ്ടി ഇങ്ങ് തിരിച്ചയച്ചു. അദ്ദേഹം മറ്റൊരു വണ്ടിയിൽ എങ്ങോട്ടാണ് പോയത് എനിക്കറിയില്ല കൊച്ചമ്മ. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയതായിരിക്കും. നിനക്കറിയാമോ? അമ്മയുടെ വീട്ടിൽ പോകാൻ നിനക്കറിയാമോ? അല്ലെങ്കിൽ വേണ്ട, നീ പോകണ്ട, എനിക്കറിയാം. ആ വീട്ടിൽ പോകാൻ എനിക്കറിയാം. നീ വണ്ടി എടുക്ക്. അവൾ തയ്യാറായി. അവൾ ആ കുതിരവണ്ടിയിലേറി. ആ കുതിരവണ്ടി വീടിൻ്റെ പടി കടന്ന് അങ്ങനെ സഞ്ചരിച്ചു തുടങ്ങിയപ്പോൾ അവൾ ആലോചിച്ചു, ഈ മനുഷ്യൻ എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? വന്നൊരു മോഹന കാലവുമായി ചിറകു വിടർത്തി, ചിറകു വന്നൊരു മോഹന ഗാനവുമായി വർണ്ണ ചിറകു വിടർത്തി, വർണ്ണ ചിറകു വിടർന്നൊരന്നുൾ പൂവിൻ ഇതൾകൾ വിളിച്ചു നിന്നിരുത്തി, വിടർന്നൊരന്നുൾ പൂവിൻ ഇതൾകൾ വിളിച്ചു നിന്നിരുത്തി, ഞാൻ വിളിച്ചു നിന്നിരുത്തി. പകരുകയായി ചൊടികളിൽ ഞാൻ കരളിൽ മാധുര്യം, പകരുകയായി ചൊടികളിൽ ഞാൻ കരളിൽ മാധുര്യം. ഒരു മോഹന ഗാനവുമായി ആ കുതിരവണ്ടി ഓടി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. അമ്മയുടെ വീട്ടിലേക്കാണല്ലോ അവൾക്ക് പോകേണ്ടത്. അവിടേക്കുള്ള ട്രെയിൻ തയ്യാറായി കിടക്കുന്നു. അവൾ ആ ട്രെയിനിലേറി. ആ ട്രെയിൻ മുമ്പോട്ട് കുതിച്ചു. ലഹരിയിൽ മുങ്ങി മയങ്ങി പറന്നു, ലഹരിയിൽ മുങ്ങി മയങ്ങി ചുമറന്നു. വരില്ല നീനി വരില്ല മേലിൽ വരണ്ടൊരീ മലർപ്പാടികളിൽ, വരില്ല നീ വരില്ല മേലിൽ വരണ്ടൊരീ മലർപ്പാടികളിൽ. നറുതേനുതിരും പുഷ്പവനങ്ങൾ നർത്തനമാടി വിളിപ്പു, നറുതേനുതിരും പുഷ്പവനങ്ങൾ നർത്തനമാടി വിളിപ്പു, നർത്തനമാടി വിളിപ്പൂ, നർത്തനമാടി വിളിപ്പൂ, നർത്തനമാടി വിളിപ്പൂ. ആ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അവൾ അവിടെ ഇറങ്ങി. ഒരു പരിചയക്കാരനെ കണ്ടു. അപ്പോൾ ചില ബോട്ടർമാർ വന്നു. കൊച്ചമ്മ, ലഗേജ് എന്തെങ്കിലും? ഇല്ല ഇല്ല. അതാ ഒരു പരിചയക്കാരൻ പോകുന്നു. ഏയ് അവിടെ നിൽക്ക്. അയാൾ നിന്നു. അല്ല, ഇവിടെ വ്രോൺസ്കി വരുന്നത് കണ്ടോ? ആ വന്നു, അദ്ദേഹം വന്നു. അദ്ദേഹം പോയി. എങ്ങോട്ട് പോയി? അദ്ദേഹം ഒരു കുതിരവണ്ടിയിൽ അങ്ങോട്ട് പോയി. കൂടെ ഒരു പെണ്ണും ഉണ്ടായിരുന്നു. അത് ശരി, എന്നെ ഉപേക്ഷിക്കുകയാണല്ലേ വ്രോൺസ്കി. ഞങ്ങൾ കണ്ടുമുട്ടിയത്, ജീവിതത്തിൽ ആദ്യമായി കണ്ടുമുട്ടിയത് ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. ഇതുപോലെ ഒരു റെയിൽവേ സ്റ്റേഷൻ. ഇതാ വ്രോൺസ്കി എന്നെ വഞ്ചിച്ചുപേക്ഷിച്ചു പോയിരിക്കുന്നു. അതും ഒരു റെയിൽവേ സ്റ്റേഷനിൽ. ആ മനുഷ്യൻ എന്നെ തേടി വരും.
പക്ഷെ അതിനു മുമ്പ് എന്നെ വഞ്ചിച്ചതിന് ഞാൻ ആ മനുഷ്യനോട് പ്രതികാരം ചെയ്യും. വ്രോൺസ്കി വരുമ്പോൾ ഞാനത് ചെയ്തു കഴിഞ്ഞിരിക്കും. ആ റെയിൽവേ ട്രാക്കിലൂടെ ഒരു ഗുഡ്സ് വണ്ടി ചീറിപ്പാഞ്ഞു വരുന്നു. ആ ട്രെയിനിൽ യാത്രക്കാരില്ല, ചരക്ക് കയറ്റിയ തീവണ്ടി. അതവിടെ നിൽക്കുന്ന വണ്ടിയല്ല, അവിടെ നിർത്തുന്ന വണ്ടിയല്ല. ചീറിപ്പാഞ്ഞ് ആ ഗുഡ്സ് ട്രെയിൻ ഇതാ സ്റ്റേഷൻ കടന്നു പോകുന്നു. പാഞ്ഞു പോകുന്ന ആ ട്രെയിനിന്റെ മുന്നിലേക്ക് അന്നെ എടുത്ത് ചാടി. ആ ട്രെയിൻ ആ സ്റ്റേഷൻ കടന്നുപോയി. അതിൻ്റെ അവസാനത്തെ കമ്പാർട്ട്മെൻറ്റും കടന്നുപോയി. അവസാനത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ പുറകിൽ ഒരു ചുവന്ന വിളക്ക് പ്രകാശിക്കുന്നുണ്ടായിരുന്നു. ഒരു ചുവന്ന ലൈറ്റ്, ഒരു ജീവിതത്തിന് സംഭവിച്ച വിരാമത്തിൻ്റെ സൂചന പോലെ ഒരു ചുവന്ന ലൈറ്റ്. അവിടെ ധാരാളം ജനങ്ങൾ തിങ്ങിക്കൂടി. അവിടെ ചതഞ്ഞരഞ്ഞ ഒരു മാംസപിണ്ഡം ആ റെയിൽവേ ട്രാക്കിൽ കിടക്കുന്നു. പലരും വളരെ ദയനീയമായി അതിനെ നോക്കുന്നു. എന്നാൽ സാത്വികനായൊരു മനുഷ്യൻ അതിനരികിൽ നിൽപ്പുണ്ട്. ദീക്ഷ വളർത്തിയ ഒരു വയോവൃദ്ധൻ. ആ മനുഷ്യൻ ഈ അവസ്ഥ കണ്ട്, ഈ സ്ത്രീയുടെ ഈ അവസ്ഥ കണ്ട് കണ്ണുനീർ തുടയ്ക്കുന്നു. കണ്ണുനീർ തുടച്ചിട്ട് ആ മനുഷ്യൻ തിരികെ നടക്കുന്നു. ആ നടന്നുപോയ മനുഷ്യൻ മറ്റാരുമല്ല, അദ്ദേഹമാണ് കൗണ്ട് ലിയോ ടോൾസ്റ്റോയ്. അന്നാ കരീനീന എന്ന നോവൽ എഴുതിയ മഹാസാഹിത്യകാരൻ, സാത്വികനായ സാഹിത്യകാരൻ കൗണ്ട് ലിയോ ടോൾസ്റ്റോയ്. ഇവിടെ ഒരു സ്ത്രീയുടെ ദാരുണമായ അന്ത്യം കണ്ടിട്ട് അദ്ദേഹം പോയി എഴുതി തുടങ്ങിയ നോവലാണ് അന്നാ കരീനീന. ആ നോവലിൻ്റെ കഥാപ്രസംഗ രൂപം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി, സംഘാടകർക്ക് നന്ദി, അഭിവാദ്യങ്ങൾ.